കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയെ നിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. അതിന് കാരണമായ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഈ സിയോൻ പെന്തക്കോസ്തൽ ദൈവസഭയുടെ പ്രസിഡൻറ്റ്, അതുപോലെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ ഇതര ബ്രാഞ്ച് സഭകളിലെ എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കുടുംബങ്ങൾ, അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ മക്കൾക്കും, എന്നോടുകൂടെ കടന്നു വന്ന പ്രിയ സിസ്റ്റർക്കും പ്രിയ മാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം എൻ്റെ നന്ദിയെ ദൈവദാസന്മാരെ അറിയിച്ചു കൊള്ളുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 42-ാം വചനം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 42-ാം വചനം വായിക്കാം. എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും തിന്ന് തൃപ്തരായി. ഒരിക്കൽ കൂടി കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ ജീവൽ പ്രൗഢാരഗരഗദീപലവൗഷാരഗരഗസ്യ ഉദാരഗരഗദീപൽ പ്രൗഢാരഗമനവൗഷാരഗരഗസ്യ ശമനഗരഗദീപലവൗഡാരഗരഗദീപലവൗഷാരഗസ്യ ഓരവസ്യാനഗരഗദീപലവൗഡമായ. ഇത് പകൽക്കാലം നിന്നെ ഓർക്കുന്നവരു നാഥൻ. നിന്റെ ജീവിതത്തിന്റെ നടുവിൽ നിന്ന് പകൽക്കാലം ജീവൽ പ്രൗഢാരകരകസ്യ നിന്നെ ഓർത്ത് ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ ജൂഡൽ പ്രൗഢാരകരകസ്യ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാതെ ഇന്ന് പകൽക്കാലം വിടുകയില്ല, വിടുകയില്ല. ആരും നിന്റെ കണ്ണുനീർ കണ്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണുനീർ കണ്ട് നിന്നെ വിടുവിക്കുന്ന നാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. ആരും നിന്നെ അറിയുന്നില്ലെങ്കിൽ, പലരും നിന്നെ കാണാതെ പോകുന്നുണ്ടെങ്കിൽ, നിന്നെ കാണുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിടുവിക്കുന്ന പകൽക്കാല, അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന പകൽക്കാല, അവൻ നിന്നെ രക്ഷിക്കുന്ന പകൽക്കാല, അവൻ നിന്നെ സൗഖ്യമാക്കുന്ന പകൽക്കാല, അവൻ നിന്റെ സകല പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകൽക്കാല. പർവ്വതങ്ങൾ എത്ര ഉന്നതമായിരുന്നാല്, പർവ്വത സമാനമായ വിഷയം നിന്റെ മുന്നിൽ നിന്നാല്, പർവ്വതങ്ങളെ അതിജീവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യ അന്തൽ പ്രൗഢാരകരഹസ്യ തിരമാലകൾ എത്ര തന്നെ നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ ഇരച്ചു വന്നാല്, പ്രിയ ദൈവ പൈതലെ, നീ തകർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. തിരമാലകൾ നിന്നെ മുക്കിക്കളയത്തില്ല. നാഥൻ നിന്റെ കൂടെയുണ്ട്, നാഥൻ നിന്റെ കൂടെയുണ്ട്. തിരമാലകളുടെ മുകളിലൂടെ നടന്നു വരുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന കടബാധ്യതയാണോ, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന രോഗമാണോ, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന കുടുംബ പ്രശ്നമാണോ,
നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന തലമുറകളുടെ വിഷയങ്ങളാണ്. അതിന്റെ നടുവിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന നാഥൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിടിപ്പിക്കുന്ന പകൽക്കാല ജീവൽ പ്രൗഢാരക രഹസ്യ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ഒരു വിടുതൽ. ആത്മീകമായി നീ കരുക്കട്ട പോലെ ഇരിക്കുന്നുവോ? നിന്നെ ഒരു കനൽക്കട്ട പോലെ ജ്വലിപ്പിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം, മൽക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയ ആത്മാവിന്റെ ഒരു ജ്വലനം, ഇന്ന് പകൽക്കാല ആത്മാവിന്റെ ഒരു സാന്നിധ്യം നിന്റെ ജീവിത മണ്ഡലത്തിൽ വ്യാപരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ സ്ഥിതി മാറ്റുന്ന അഭിഷേകം, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന അഭിഷേകം, നിന്റെ തലമുറകളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്നവൻ അഭിഷേകം. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ചാരത്തിനുള്ളിൽ ഒഴുകി കിടക്കുന്ന കരിക്കട്ടകളെ കഴിഞ്ഞ നാടുകളിൽ എവിടെ വെച്ചോ ആത്മാവിന്റെ സാന്നിധ്യത്തിന് മങ്ങലേറ്റ അനുഭവങ്ങള്, അതിൽ നിന്ന് ജ്വലനത്തോടെ ആത്മാവിന്റെ ഒരു സ്പാർക്കിംഗ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകൽക്കാല ശത്രു നിനക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ആ വെല്ലുവിളികളെ മാറ്റുവാൻ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അന്തരീക്ഷ യേശുവിനെ വിടിപ്പിക്കുന്ന പകൽക്കാല യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നു. അന്തരാജ ജീവൽ പ്രൗഢാരക രഹസ്യ നിന്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരുന്ന പകൽക്കാല, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റി പുറത്തു കൊണ്ടുവരുന്ന പകൽക്കാല, നിന്റെ തലമുറകളുടെ ഗതി മാറ്റുന്ന പകൽക്കാല, അവരുടെ ജീവിത മേഖലകളിലെ വഴി തുറക്കുന്ന പകൽക്കാല. അസാധ്യമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലൂടെ വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. ദൈവത്തിനെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിൽ വിട്ടുകൊടുക്കുക, നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. അറയിലൊരു പ്രകാശം പ്രകാശിച്ചപ്പോൾ പത്രോസിന്റെ അറയിലേക്ക്, കാരാഗൃഹത്തിൽ കിടന്ന പത്രോസിന്റെ അറയിലേക്ക് ഒരു പ്രകാശം വന്നപ്പോൾ ആ പ്രകാശം കൈമേലുള്ള ചങ്ങലെ അഴിച്ചുവെങ്കിൽ നിന്റെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന അന്യായ ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഇരുമ്പ് വാതിൽ തന്നെ തുറന്നുവെങ്കിൽ നിന്റെ നന്മയ്ക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ ശത്രു കൊട്ടിയടച്ച വാതിലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തുറക്കുന്നു. ചില വ്യക്തി ജീവിതങ്ങളുടെ നടുവില് ഉയർച്ചയ്ക്ക് വിരുദ്ധമായിട്ട്, ആത്മീകവും ഭൗതികമായ നന്മയ്ക്ക് വിരുദ്ധമായിട്ട് പോരാടി നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട്, ചില അന്യായ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട്, തലമുറകളുടെ അനുസരണക്കേടിന്റെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട്, ജീവൽ പ്രൗഢാരക രഹസ്യ വഴികളെ അടച്ച ശത്രുവിന്റെ മണ്ഡലങ്ങളെ തകർത്ത് വഴികൾ തുറക്കപ്പെടുന്നു. ചില വാതിലുകൾ തുറക്കപ്പെടുന്നു. നിനക്കെതിരെ കൊട്ടിയടച്ച, നീ പലപ്പോഴും മുട്ടിയിട്ട് തുറക്കാത്ത ആ വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ഇന്ന് പകൽക്കാലത്തിലെ പുതുവഴികളെ പരിശുദ്ധാത്മാവ് തുറക്കുന്ന പകൽക്കാലം. ജീവൽ പ്രൗഢാരഗസ്യ ഔഷമന റിബന ശഗരഗരഗതി റീബനബലവസ്യാരഗരഗന. പുതിയതൊന്ന് പരിശുദ്ധമ ചെയ്യുന്ന പകൽക്കാലം, പുതിയതൊന്ന് ഇതുവരെ പറയാത്ത ഒരു ഭാഷ, ഇതുവരെ ചലിക്കാത്ത പ്രാണികൾ ചലിക്കുന്ന ദിവസമാണിത്. നിന്റെ വിട്ടുകൊടുത്ത് ആരാധിക്ക്. ഒരു പുതിയ കൃപ ഈ അന്ത്യകാലത്ത് ജീവിക്കുവാൻ ആവശ്യമായ ഒരു പുതിയ ചൈതന്യം, ഈ അന്ത്യകാലത്ത് പാപം ചെയ്യാതെ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ ആവശ്യമായ ഒരു ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ തുടവന ദിബലവ റിഗമന ബൗഡവ റിബലബലവ ശംബല ബൗഡവ ദിഗനഗരഗ ദീബല ബൗഷാരഗച്ചസി
അസ്തൽ പ്രൗഢാരകരഹസ്യ റീബാരകരഹസ്യ. ഓ എസ്തേരേ, ഓ നിന്റെ ശത്രുവായ ഹാമാൻ നിനക്കെതിരെ പോരാടുന്ന, നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന ഹാമാൻ നിന്റെ കാൽക്കൽ വീഴാൻ സമയമായി. ചൂടാര ദീപാന സികമാന, ശത്രു നിന്നോട് യാചിക്കുവാൻ സമയമായി. ചില പ്രതികൂലങ്ങൾ മാറി നിന്നെ പുറത്തെടുക്കുന്ന പകൽക്കാലമാണിത്. നീ വിശ്വസിക്കുമെങ്കിൽ അത് ഇന്ന് പകൽക്കാലം സംഭവിക്കും. നിനക്കെതിരെ നിന്ന് വെല്ലുവിളിക്കുന്ന ഹാമാന്റെ ശക്തികൾ, ദേശത്തിന്റെ ആധിപത്യങ്ങൾ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുന്നു. ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. ചില ദൈവ പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം ഉളവായി വരുന്നു. പുതിയതൊന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പുതിയതൊന്ന് ചെയ്യുന്നു. ആട്ടിൻ കൂട്ടത്തെ നശിപ്പിക്കുന്ന അന്തൽ പ്രൗഢാരക രഹസ്യ ചില സിംഹത്തിന്റെ ശക്തികൾ, അശൂരിന്റെ ശക്തികൾ, ഡബൽ പ്രൗഢാരക രഹസ്യ ബാബിലോണിയ ശക്തികൾ, ദുഡാരക രഹസ്യ ഓ ദേശത്തിന്റെ ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം ചില സഭ ഓരോ ബസ്യാരക രഹസ്യ വളരാതെ വണ്ണം ഓരോ ബസ്യാരക രഹസ്യ വൃക്ഷത്തിന്റെ ചില്ലകളെ ഒതുക്കി കെട്ടുന്നത് പോലെ ഒതുക്കി കെട്ടുന്ന ശത്രുവിന്റെ ആധിപത്യങ്ങളെ തകർത്ത് ഓരോ ബസ്യാരക രഹസ്യ സഭയ്ക്ക് വിടുതലുകൾ. ഓ ചില സഭകൾക്ക് വിടുതലുകൾ രഹസ്യ ഇന്ന് പകൽക്കാല സഭയ്ക്ക് ഒരു വിടുതൽ. ശത്രു അതിരുടുന്ന മേഖലകളിൽ അതിരുകളെ തകർത്ത് ഒരു വിടുതൽ, ഒരു വളർച്ച പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. ആത്മീകമായി ഭൗതികമായുള്ള ഒരു വളർച്ച പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. ചില കുടുംബങ്ങളില്, സഭയിലെ കുടുംബങ്ങളില് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് തലമുറകൾ വിടുവിക്കപ്പെടാൻ പോകുന്നു, അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്ര അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ, അതുപോലെ ഹല്ലേലൂയ കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ, കടന്നു വന്ന ദൈവജനത്തെ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന അങ്ങയുടെ മക്കളെ എല്ലാവരെയും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അന്തൽ പ്രൗഢാരക രഹസ്യ അന്തരിന്ദ്രിയങ്ങളെ അറിയുന്ന കർത്താവ്, ജീവനബലവശംബലഭൂടവ അവരുടെ ജീവിതങ്ങളെ റീബാലകരകസി അനുഗ്രഹിക്കണമേ. അവരുടെ ഉള്ളിൻ്റെ അവസ്ഥകൾക്ക് ഇന്ന് ഹല്ലേലൂയ ദൈവം ഭേദം വരുത്തി അവരുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ സഭകളെ അനുഗ്രഹിക്കണമേ, ഈ സെൻട്രൽ സഭയെ അനുഗ്രഹിക്കണമേ, അതുപോലെ കർത്താവേ ഇതര സഭകളെ അനുഗ്രഹിക്കണമേ. ധാരാളം ആത്മാക്കള് ഈ നാളുകളിൽ രക്ഷിക്കപ്പെടുവാൻ, അനേകര് സ്നാനപ്പെടുവാൻ, അനേകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ സഭകളിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ വേലക്കാരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് പൽക്കാലം കടന്നു വന്ന എല്ലാ ദൈവജനത്തെ സ്വർഗം അനുഗ്രഹിക്കണം. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. സകല മാനവും മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാമല്ലോ. എല്ലാവരും തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ. യേശു ക്രിസ്തു, ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ, അഥവാ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ വചനമാണ് നാം വായിച്ചത്. എല്ലാവരും തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം സകല നാമങ്ങൾക്ക് മേലായ നാമം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം പിശാച് വിറയ്ക്കുന്ന നാമം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം സകല മുഴങ്കാലും മടങ്ങുന്ന നാമം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത നാമം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം പാപമോചനത്തിനായുള്ള ഒരു മാറ്റമില്ലാത്ത നാമം. ഹല്ലേലൂയ. ജയിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു,
മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, സകലത്തെയും ജയിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. ആ നാമത്തിൽ ഹല്ലേലൂയ 4 സുവിശേഷങ്ങളിൽ ഹല്ലേലൂയ രണ്ടാമത്തെ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 42-ാം വചനമാണ് നാം വായിച്ചു കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മത്തായി 9:36 ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഹല്ലേലൂയ തൻ്റെ ജനത്തോടൊപ്പം ആയിരിക്കുമ്പോൾ താൻ ജനത്തെ നോക്കി. നമ്മൾ നോക്കുന്നത് പോലെയല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നമ്മൾ പുറം നോക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ കാണ്, നമ്മുടെ വിചാരങ്ങളെ കാണ്, നമ്മുടെ സകലതും കർത്താവിൻ്റെ സന്നിധിയിൽ നഗ്നവും മലർന്നതുമാകയാൽ നമ്മുടെ അകത്തെ വിവേചിക്കും. ഹല്ലേലൂയ. യേശു നോക്കിയപ്പോൾ തൻ്റെ അടുക്കൽ വന്ന പുരുഷാര കുഴഞ്ഞവരായിട്ട്, ചിന്നിയവരായിട്ട്, ഇടയനില്ലാത്ത ആളുകളെ പോലെ തെറ്റിയവരായിട്ട്, ഭാരത്തോടെ ആയിട്ട്, നിരാശയോടെ ആയിട്ട്, പ്രശ്നങ്ങളോടെ ആയിരിക്കുന്ന ഒരവസ്ഥ യേശു കണ്ടു. ഇന്ന് പകൽക്കാല ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ ആളുകൾ കുഴഞ്ഞ് ഭാരപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ് ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല യേശു നിന്നെ കാണുന്നു. ആഴിയുടെ ആഴത്തിൽ നീന്തി തുടിച്ച ഹല്ലേലൂയ മത്സ്യത്തിന്റെ വായ്ക്കുള്ളിലിരുന്ന ചതുർദ്രഹ്മ പണത്തെ കണ്ട കർത്താവ് നിന്റെ അവസ്ഥകളെ കാണുന്നു. അവൻ നമ്മെ വിടുവിക്കുന്ന പകൽക്കാലമാണ്. പരിശുദ്ധ പറയുന്നു, രൂത്തേ നീ പലപ്പോഴും നീ ഹല്ലേലൂയ ബോവസിന്റെ കൊണ്ടിരുന്നു, നെന്മണികൾ ഓരോന്നായി പെറുക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതാ നിന്റെ വീണ്ടെടുപ്പുകാരൻ കറ്റകളുടെ ഇടയിൽ നിന്ന് നിനക്ക് വലിച്ചെടുത്തിട്ട് തരികയാണ്. ഇത് പകൽക്കാലത്തിന്റെ വിഷയങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് നിനക്ക് വലിച്ചെടുത്ത് അടുപ്പിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലത്തിന്റെ വിഷയത്തിന്റെ മറുപടി ദൈവം നൽകി തരുന്ന പകൽക്കാലമാണ്. നീ വിശ്വസിക്കുമെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു ഇന്ന് നിനക്ക് മറുപടി തന്നേ ഇതിനകത്തു നിന്ന് വിടത്തുള്ളൂ. നീ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നീ ഏത് വിഷയത്തോടെയാണ് ഭാരപ്പെട്ടത്, ഏത് വിഷയത്തിനാണ് കഴിഞ്ഞ നാളുകൾ കരഞ്ഞത്, ആ വിഷയത്തിന് മറുപടിയാണ് കേട്ടോ, മറുപടിയാണ് കേട്ടോ. നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പാരനായ യേശുക്രിസ്തു നിനക്ക് ഇത് മറുപടി തന്ന് നിന്നെ പുറത്തെടുക്കുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നോക്കിയപ്പോൾ അവർ കുഴഞ്ഞവരായിരിക്കുന്നു, ഭാരത്തോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്ര. നിരാശപ്പെട്ടിരിക്കുന്നു, വളരെ വേദനപ്പെട്ടിരിക്കുന്നതായിട്ട് കർത്താവ് കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് കർത്താവിന് ഹല്ലേലൂയ, സ്തോത്ര, അവരോട് മനസ്സലിവ് തോന്നി. ഇന്ന് പകൽക്കാലം മനസ്സ് എന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി മനസ്സലിയുന്നു കേട്ടോ. ഇന്ന് പകൽക്കാലം മനസ്സലിയും കേട്ടോ. കർത്താവ് മനസ്സലിഞ്ഞാൽ അത്ഭുതം നടക്കും, വിടുതൽ നടക്കും. കർത്താവ് മനസ്സലിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. കർത്താവ് മനസ്സലിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ നടുവിൽ അത്ഭുതം സംഭവിക്കും. കർത്താവ് മനസ്സലിഞ്ഞാൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. വളർച്ചയില്ലല്ലോ, എപ്പോഴും തളർച്ചയാണ്. ഒരു വിടുതൽ ഇല്ലല്ലോ, വിദ്യാഭ്യാസത്തിൽ ഒരു ഉന്നമനമില്ലല്ലോ, എത്തേണ്ട ഇടത്തൊന്നും എത്തുന്നില്ലല്ലോ എന്ന് നീ ഭാരപ്പെട്ട് തളർന്നിരിക്കുന്നുവെങ്കിൽ, നിന്റെ തലമുറയോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ, അയ്യോ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ, അനുസരണക്കേടാണല്ലോ എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് പറയുന്നു, ആ തലമുറകളെ പുറത്തെടുക്കാൻ പോകുകയാണ്, പുറത്തെടുക്കാൻ പോകുകയാണ്. ചില പ്രതികൂലങ്ങളിൽ നിന്ന്, ചില പ്രതിസന്ധികളിൽ നിന്ന്, ചില പിശാചിന്റെ കരത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കാൻ പോകുകയാണ്. ഒരു വിടുതലിലേക്ക്, ഒരു വിടുതലിലേക്ക്, ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ വിശ്വാസത്തിലേക്ക് അവരെ കർത്താവ് അണയ്ക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാല യേശു വിടുവിക്കുന്ന പകൽക്കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരോട് മനസ്സലിവ് തോന്നി. ഇന്ന് പകൽക്കാലം നമ്മോട് കരുണ കാണിക്കുന്ന, മനസ്സലിയുന്ന, കൃപ തോന്നുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. മർക്കോസ് 8:2-3 വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 3 ദിവസം കൊണ്ട് അവർ 3 നാൾ കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. 3 നാൾ കൊണ്ട് ഹല്ലേലൂയ അവർ വളരെ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് കാണിക്കുന്ന ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ലാവണ്യ വചനം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പ്രിയ പൈതലേ, നീ ഏകാഗ്ര ഹൃദയത്തോടെ വചനത്തിന് മുന്നിലിരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല, സമയം പോകുന്നത് അറിയത്തില്ല, ഉറക്കം വരത്തില്ല, കോട്ടുവ ഇടത്തില്ല, സമയം പോകുന്നത് അറിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് നിന്നോട്
സംസാരിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുക. ഒരു വലിയ ജയ, ഒരു വലിയ വിടുതലോടെ ഇവിടെ നിന്ന് പോകുവാൻ തക്കവണ്ണ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുക. ഇന്ന് പകൽക്കാല ഉദാരകരക ദീപന മൗഢമ ലിവ്യാദാന്റെ തലകളെ ഉടച്ച് മരുവാസികൾക്ക് ആഹാരമായി കൊടുത്തുവെങ്കിൽ നിനക്കെതിരെ നിന്റെ നന്മകളെ അപകരിച്ചു വെച്ചിരിക്കുന്ന ശത്രുവിനെ തകർത്ത് നിനക്ക് നന്മകളെ പുറത്തു കൊണ്ടുവരുന്ന പകൽക്കാല നന്മകളും അനുഗ്രഹങ്ങള് പുറത്തു കൊണ്ടുവന്ന് നിനക്ക് നൽകുന്ന പകൽക്കാലമാണ്. നിന്റെ ജീവിത മണ്ഡലത്തില് അഭിഷേകത്തിന്റെ ശക്തമായ ഒരു സാന്നിധ്യം പകരുന്ന പകൽക്കാലമാണ്. എവിടെയൊക്കെയോ തെറ്റിപ്പോയി, എവിടെയൊക്കെയോ പാളിപ്പോയി, അഭിഷേകം ചോർന്നു പോയിരിക്കുകയാണ്. ചില ഒഴിഞ്ഞ കുപ്പികളെ പരിശുദ്ധമ കാണിക്കുന്നു. അഭിഷേകം ചോർന്നു പോയി. ഇന്ന് പകൽക്കാല അഭിഷേകത്തെ സ്റ്റോർ ചെയ്. കർത്താവ് എന്റെ മേല് ഒരു പുതിയ കൃപ പകരണമേ, ഒരു അഭിഷേകം പകരണമേ, പുതിയ എണ്ണ എനിക്ക് തരണമേ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു ശക്തമായ ദൈവ സാന്നിധ്യം, ആത്മാവിന്റെ ഒരു ജ്വലന, ആത്മാവിന്റെ ഒരു തീ നിന്റെ മേൽ ഇറങ്ങാൻ ഇടയായി തീര്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേല് പകരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ഒരു പുതിയ അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ നീ ആൾ മാറിയതുപോലെയാകും. നിന്റെ ജീവിത രീതികൾ മാറും. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ ഇടയായി തീരും. നീ ആത്മമണ്ഡലത്തില് വിശുദ്ധിയോടെ നിത്യജീവന്റെ ഉടമയായി തീരും. ജീവൽ പ്രൗഢാരകച്ചി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 നാൾ കൊണ്ട് അവർ കർത്താവിനോടുകൂടെ കർത്താവിന്റെ വാക്കുകൾ കേട്ട് കർത്താവിനോടുകൂടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് അവരോട് മനസ്സിൽ തോന്നി. കർത്താവ് പറയാണ്, ഇവർ ഇപ്പോൾ പറഞ്ഞയച്ചാൽ, ഇവർ ഇപ്പോൾ വീട്ടിലേക്ക് വിട്ടാൽ അവർ തളർന്നു പോകും, അവർ കുഴഞ്ഞു പോകും. വഴിയിൽ വെച്ച് ഒരുപക്ഷെ കുഴയുവാൻ സാധ്യതയുണ്ട്, ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്, ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ കൂടെ വസിക്കുമ്പോൾ ആത്മാവിന്റെ മണ്ഡലത്തിൽ ആത്മീയ മനുഷ്യൻ വലുതാകും, ആത്മീയ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കും, ആത്മാവിൽ നമ്മൾ വർദ്ധിച്ചു വരും. എന്നാൽ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഹല്ലേലൂയ ശരീരം കുഴഞ്ഞു പോകും, ശരീരം ക്ഷീണിച്ചു പോകും, ശരീരം തളർന്നു പോകും. അതുകൊണ്ട് കർത്താവിനെ അറിയാം, അവർ ആത്മീക മന്ന ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മമനുഷ്യൻ വലുതായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ഹല്ലേലൂയ ഇറങ്ങി പോകുമ്പോൾ ശാരീരിക മണ്ഡലത്തിൽ അവർക്ക് ക്ഷീണം അനുഭവപ്പെടും, അവർക്ക് പ്രശ്നം ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. ഇന്ന് പകൽക്കാല മനുഷ്യർക്കാർക്കും മനസ്സലിവില്ലെങ്കിൽ, മനുഷ്യരാരും നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, മനുഷ്യർ ഒരുപക്ഷെ കാണാതെ പോകുന്നുണ്ടെങ്കിൽ, മനുഷ്യർ നമ്മൾ വിചാരിക്കുന്ന അളവിൽ നമ്മളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, ഓ രഹസ്യ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ മറക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു നാഥനുണ്ട്, നമ്മെ കരം താങ്ങുന്ന ഒരു കർത്താവുണ്ട്. വീഴാൻ പോകുമ്പോൾ ഹല്ലേലൂയ കുഴിയിലേക്ക് തള്ളിക്കളയാതെ കരം താങ്ങി നമ്മെ കരം പിടിച്ച് ഉയർത്തി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു നാഥൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന പകൽക്കാലം. ഹല്ലേലൂയ. കർത്താവ് പറയാണ് ഹല്ലേലൂയ, ഓ അവരോട് മനസ്സിൽ ഇത് തോന്നിയിട്ട് അവർ ചിലപ്പോൾ കുഴഞ്ഞു പോകും, അവർ ചിലപ്പോൾ തളർന്നു പോകും, അവർ വഴി വെച്ച് ക്ഷീണിച്ചു പോകും. ഓ ഹല്ലേലൂയ പലതരത്തിലുള്ള ചിന്തകള് ആലയത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ഓ ദൈവ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ടിരിക്കും. എന്നാൽ പിന്നെ പോകുമ്പോൾ അയ്യോ അതെന്തായി തീരും, ഇതെന്തായി തീരും. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ ചിന്താകുലങ്ങളെല്ലാം കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളണം. അവന്റെ മേൽ ഫരമേൽപ്പിച്ചാൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കല്ല. കർത്താവ് അത് ഏറ്റെടുത്ത് തക്ക സമയത്ത് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നിരാശകള്, നെഗറ്റീവായ ചിന്തകള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് തന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു ഹല്ലേലൂയ സ്തോത്ര, അവർ 3 ദിവസം പട്ടിണിയായിട്ട് എന്നോട് ഇരുന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം. കർത്താവ് പറയാണ്, പ്രിയ ദൈവത്തിലെ പലപ്പോഴും പറയുക, എന്നെ കുറിച്ച് ആർക്ക് ചിന്തയില്ലല്ലോ, നിന്നെ കുറിച്ച് യേശുവിന് ചിന്തയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവരെ വെറുതെ വിടരുത്, ഭക്ഷണം കൊടുത്തേ വിടാവൂ. ആത്മീയ ഭക്ഷണം ഇപ്പോൾ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു ഭൗതിക ഭക്ഷണമാണ് ഇപ്പോൾ കർത്താവ് പറയുന്നത്. അവർ ആത്മാവിൽ ഭക്ഷിച്ചു കഴിഞ്ഞു. ഇനി അവർ പോകുമ്പോൾ
ഒരു ഭൗതിക ഭക്ഷണം കൊടുക്കണം. ചിലപ്പോൾ 3 നാൾ കൊണ്ട് ഇരിക്കുന്നതല്ലേ, ഇവർ കുഴഞ്ഞു പോകും, ഇവർ തളർന്നു പോകും, ഇവർ ക്ഷീണിച്ചു പോകും. അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവം, നമ്മെക്കുറിച്ച് ഹല്ലേലൂയ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു കർത്താവ്. പലപ്പോഴും നീ പറയുന്നുണ്ടോ, എൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല, ഉത്തരവാദിത്വത്തോടെ ഒന്നും എനിക്ക് ചെയ്തു തരുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്, കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ ഒരു ദൈവ യഥാർത്ഥ ഹല്ലേലൂയ ദൈവ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ എ മുതൽ ഇസഡ് വരെയുള്ള സകല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നിനക്ക് ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 6:37 പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഹല്ലേലൂയ. അവർ വെറും കൈയായി വിടരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന് നിങ്ങളെ വെറും കൈയായി വിടാൻ താല്പര്യമില്ല. നിങ്ങളെ നിറച്ചേ അയക്കത്തുള്ളൂ, നിങ്ങൾക്ക് മറുപടി തന്നെ അയക്കത്തുള്ളൂ. ഏതൊക്കെ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ വന്നു, ആ ചോദ്യത്തിന് മറുപടി തന്നെ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, വായിക്കാമല്ലോ, മർക്കോസിന്റെ സുവിശേഷം 8:4. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. മതി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയും ആരോഗ്യവും ദൈവത്തിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് പറയാണ് ശിഷ്യന്മാരോട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ഉടൻ തന്നെ ഒരു ശിഷ്യൻ മുന്നോട്ട് വന്ന് പറയുകയാണ്, കർത്താവേ, ഇത് അസാധ്യമാണ് കർത്താവേ. 5000 പുരുഷന്മാരുണ്ട്, പിന്നെ 5000 സ്ത്രീകൾ കാണും, പിന്നെ കുഞ്ഞുങ്ങൾ, ഒരു 10,000-ത്തിലധികം പേരില്ലേ, ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഇത് മരുഭൂമിയാണ്, ഇത് ചൂടേറിയ അവസ്ഥയാണ്, ഇത് പ്രശ്നമാണ്, ഇത് പ്രതികൂലമാണ്, ഇത് പ്രതിസന്ധിയാണ്. ഒന്നും നടക്കത്തില്ല കർത്താവേ. ഇവിടെ ഒരു ചായക്കട പോലും ഇല്ല, ഇത് മരുഭൂമിയല്ലേ, ഇവിടെ ഒരു ഹോട്ടലുമില്ല, ഇവിടെ ഒരു കടകളുമില്ല, ഇത് മരുഭൂമിയാണ്, അതുകൊണ്ട് നടക്കത്തില്ല കർത്താവേ, നടക്കത്തില്ല കർത്താവേ. കർത്താവേ, ഇങ്ങനെയൊന്നും പറയാതെ, ഇത് ഇവിടെ നടക്കുകയൊന്നുമില്ല, ഇത് മരുഭൂമിയാണ്. റീബാനഗരഹസ്യ, നിന്റെ ജീവിതത്തിൽ പലപ്പൊഴുതി പറയുന്നു, ഞാൻ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു കർത്താവേ, എൻ്റെ മുന്നിലൊന്നും കാണാനില്ല, മുന്നിലൊന്നും കാണാനില്ല. എങ്ങനെ അത് സംഭവിക്കും? എൻ്റെ ജീവിതത്തിന്റെ നടുവില് എങ്ങനെ അഭിഷേകത്തിന് മറുപടി വരും? എൻ്റെ തലമുറകൾക്ക് വേണ്ടി എങ്ങനെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മരുഭൂമിയിൽ ഉറവ തുറക്കുവാൻ എനിക്ക് കഴിവുണ്ട്. അസാധ്യമായ മണ്ഡലത്തില് സാധ്യതകളെ കൊണ്ടുവരുവാൻ, അസാധ്യമായ മണ്ഡലത്തില് സാധ്യതകളെ ഉളവാക്കുവാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത ഉളവാക്കുന്ന സർവശക്തൻ പറയുന്നു, മരുഭൂമിയിൽ എനിക്ക് നീരുറവ തുറക്കുവാൻ കഴിവുണ്ട്. നിന്റെ പ്രശ്നത്തിന്റെ നടുവില് മറുപടി നൽകുവാൻ എനിക്ക് കഴിയും. ഞാൻ സർവശക്തനാണ്, ഞാൻ സർവവ്യാപിയാണ്, ഞാൻ സകലത്തിന്റെ ഉടയവനാണ്, സകലത്തിന്റെ സൃഷ്ടിതാവാണ്. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. എന്റെ പകൽക്കാലത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മരുഭൂമിയുടെ അവസ്ഥ മാറ്റി ഒരു നീരുറവ തുറക്കുന്ന ഒരു സർവശക്തൻ ജീവൽ പ്രൗഢാരകരഹസി അസാധ്യങ്ങളെ സാധ്യമാക്കുക. ഏതൊക്കെ വിഷയത്തിന്റെ നടുവില് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതെനിക്ക് അസാധ്യമാണ്. വളരെ നാളുകളായി ഞാൻ ഹല്ലേലൂയ സ്തോത്ര ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട്, പക്ഷെ ഇതുവരെയ്ക്ക് മറുപടി വന്നില്ല, അത് അസാധ്യമാണ്. എന്നാൽ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് പറയുന്നു, സകലതും സാധ്യം. അസാധ്യമെന്നൊരു വാക്ക് കർത്താവിന്റെ ഡയറിയിലില്ല. സകലതും സാധ്യം. ഇന്ന് പകൽക്കാലത്ത് വിശ്വസിക്ക്, സകലതും സാധ്യം. ജീവൽ പ്രൗഢാരകരഹസി ദിഗമന ഭൂഷാരകരഹസ്യ റീഗമാനബൗഡേ ജീവൽ പ്രൗഢാരകസ്യ. ഹല്ലേലൂയ. സകലതും സാധ്യമാക്കുന്ന ഒരു നാഥൻ. ഹല്ലേലൂയ. പത്രോസ് വന്ന് പറയുകയാണ്, കർത്താവേ, ഇത് അസാധ്യമാണ്. ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഭക്ഷണം കൊടുക്കാൻ, ഇത്ര പേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഹല്ലേലൂയ എങ്ങനെ സാധിക്കും കർത്താവേ? ഇത് അസാധ്യമാണ്. നമുക്ക്
നോക്കുക, ആ മരുഭൂമിയിലെ ഒരിക്കൽ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുമായി പോയി, ഹാഗാർ. ഹല്ലേലൂയ. അവളും വിചാരിച്ചു ഈ മരുഭൂമിയിൽ എൻ്റെ ജീവിതം ഒടുങ്ങും, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഒടുങ്ങും, ഇവിടെ എല്ലാം തീർന്നു, വട്ടപൂജ്യമായി, ഇനി ഞാനില്ല, എൻ്റെ കുഞ്ഞില്ല, എല്ലാം തീർന്നു, തരിപ്പണമാകും എന്ന് ചിന്തിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ ഒരു ഉറവ തുറന്നു. അവൾ ആ ഉറവ കുഞ്ഞിനെ കുടിപ്പിക്കുകയാണ്. അതിൽ ആ കുഞ്ഞിനും അമ്മയ്ക്കും അവിടെ താമസിച്ച ഭിന്നത്തിൽ അവിടെ പാർത്തുന്നാണ് അവർക്ക് വളരാനുള്ള സകല വിറ്റാമിനും ആ ഉറവയ്ക്കകത്തുണ്ടായിരുന്നു. പ്രിയ ദൈവ പൈതലേ, നിനക്കാവശ്യമുള്ളതെല്ലാം തരാൻ ദൈവത്തിനറിയാം. കർത്താവ് ഒരു ഉറവ തുറന്നാൽ ഒന്നും കാണാതെ തുറക്കത്തില്ല. അതൊരു ചെറിയ വിടുതലായിരിക്കത്തില്ല. നിൻ്റെ വിഷയത്തിൻ്റെ മറുപടിയെല്ലാം ആ ഉറവയ്ക്കകത്ത് കാണും. ഇന്ന് പകൽക്കാലം ചിലരുടെ നടുവിലൊക്കെ ദൈവം ഉറവ തുറക്കാൻ പോവുകയാണ്. മുന്നോട്ടുള്ള ഗമനത്തിൽ, ഉപജീവന മണ്ഡലത്തിൽ, ആത്മീക മേഖലകളിൽ, ഏതൊക്കെയോ സാമ്പത്തിക മണ്ഡലം അടഞ്ഞിരിക്കുന്ന മേഖലകളിൽ കർത്താവ് പുതുവഴി തുറന്ന് ഓറബസ്യാനഗരഗസി ഇവിടെ ഇരിക്കുന്ന ചില ഓറബസീബാരകന 3 വ്യക്തികളെ ദൈവം കാണിക്കുന്നു. ഓറബസ്യാനഗരഗതിയ ഈ ദൂത് ഏറ്റെടുത്തു. നിന്റെ മുന്നിൽ ഈ 2024 തന്നെ കർത്താവ് ഒരു ഉറവ തുറക്കാൻ പോവുകയാണ്. ചില ഓറബസ്യാനഗര നീ ആഗ്രഹിച്ച് പക്ഷേ എത്തിപ്പിടിച്ചില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു എത്തിപ്പിടിക്കാൻ പോകുന്നു. ആ മറുപടി നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നീ കാത്തിരുന്നത്, നീ ആഗ്രഹിച്ചത്, നിനക്ക് കിട്ടാത്തത്, നീ വളരെ ഭാരപ്പെട്ടത്, ആ വിഷയത്തിന്റെ മറുപടി പരിശുദ്ധാത്മാവ് നൽകി തരാൻ പോകുന്നു. ജീവാനഗരഹസ്യ ദിഗനഗരഹസ്യ ആ വിടുതൽ സംഭവിക്കട്ടെ. ആ വിടുതൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുത മന്ത്രിയെ, ഏകനായി മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അത് സംഭവിക്കട്ടെ. ജീവൽ പ്രൗഢാരഗച്ഛസി അർത്ഥുനരവനം ക്ഷകരഗരഗദീപല ബൗഡബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പത്രോസ് പറഞ്ഞു, കർത്താവേ അസാധ്യം. ഹല്ലേലൂയ. പത്രോസ് വിചാരിച്ചു ആ അധ്യായം അടഞ്ഞു. പലപ്പോഴും നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി കിട്ടിയില്ല, ആ അധ്യായം അടഞ്ഞെന്ന്. ആ അധ്യായം അടഞ്ഞില്ല കേട്ടോ. വലിയൊരു വിടുതൽ അവിടെ വ്യാപരിക്കാൻ പോകുന്നു, തുറക്കാൻ പോണതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് വേറൊരു ശിഷ്യൻ വന്ന് പറയുകയാണ്, വായിക്കാം മർക്കോസ് ഹല്ലേലൂയ അതിൻ്റെ 6:35. മർക്കോസ് 6:35. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശമാണല്ലോ, നേരവും നന്നേ വൈകി. മതി. ഹല്ലേലൂയ. കരങ്ങളെ വെട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതൊരു ശിഷ്യൻ കർത്താവിൻ്റെ അടുക്ക വന്ന് പറയാണ്, കർത്താവേ ഇത് നിർജ്ജന പ്രദേശമാണ്, ജനവാസം ഒന്നുമില്ല കർത്താവേ, നിർജ്ജനമാണ്, ഒരു കാറ്ററിംഗ് സർവീസും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് ഈ അധ്യായം മടക്കി വെക്ക്. കർത്താവ് ഇതൊന്നും നടക്കണ കാര്യമൊന്നും അല്ല. കർത്താവ് എന്ത് കണ്ടിട്ടാ പറയുന്നത്? ഇത് നിർജ്ജന പ്രദേശമല്ലേ, ഒരാളുകളും ഇല്ല, ഒരു സാധ്യതയില്ല. ഒരു ചാക്ക് അരിയെടുത്ത് അല്പം പയറ് വാങ്ങി കഞ്ഞി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനൊരു കടയുമില്ല. ഹല്ലേലൂയ. ഇത് നടക്കുന്ന കാര്യമല്ല കർത്താവേ, ഇത് നിർജ്ജനമാണ്, ഇവിടെ ജനവാസമില്ല. നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ശൂന്യതയാണ്. പലപ്പോഴും നിനക്ക് ആത്മീയ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ? പലപ്പോഴും ഭൗതികമായി ഒന്നും ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടോ? നിന്റെ ശൂന്യത ഇന്ന് പകൽക്കാലം മാറിപ്പോകും കേട്ടോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധമ നിന്റെ ശൂന്യത മാറ്റും കേട്ടോ. ജീവൽ പ്രൗഢാരഹസ്യ നിന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ശൂന്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു സന്തോഷം വരുന്നില്ല, ഒരു സമാധാനം വരുന്നില്ല, ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ആ ശൂന്യത നികത്തണമേ. കർത്താവിന്റെ ഹൃദയത്തിലൊന്ന് വരണമേ, ആത്മാവായി ഇറങ്ങി വരണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലത്തിന്റെ ഹൃദയത്തിന്റെ ശൂന്യത മാറ്റി സന്തോഷം ഉടിപ്പിക്കാൻ പോവുകയാണ്, ആനന്ദം ഉടിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ആനന്ദ തൈലത്താൽ, കർത്താവിന്റെ ആനന്ദ തൈലത്താൽ നിന്റെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഒരു ശൂന്യത മാറ്റുന്ന ഒരു കർത്താവ് നിന്റെ കുടുംബ മണ്ഡലത്തില് സാമ്പത്തികമായി ശൂന്യതയാണ്, പരാജയപ്പെട്ടിരിക്കുന്നുവോ,
പ്രതികൂലം അനുഭവിക്കുന്നുവോ ആ ശൂന്യതകളെ കർത്താവ് മാറ്റി പച്ചയായ പുൽപ്പുറത്തിലൂടെ കിടത്തുന്നത് പോലെ, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് നടത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില പച്ചത്തുപ്പുകൾ, ചില സമൃദ്ധിയുടെ അനുഭവങ്ങൾ, ആത്മാവിന്റെ നദി നിന്നിലേക്ക് ഒഴുക്കി തന്ന, ഒരു സമാധാനത്തിന്റെ നദി നിന്നിലേക്ക് ഒഴുക്കി തന്ന നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, നിന്റെ കരങ്ങളിൽ വഹിക്കാൻ പോകുകയാണ്, നിന്നെ വന്ന് ഉയർത്തി മാനിക്കുവാൻ പോകുകയാണ്. ഇത് പകൽക്കാലത്ത് വിശ്വസിച്ചു. നിർജ്ജനമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്തൊക്കെയോ ഉണ്ടാകാൻ പോവുകയാണ്. നിർജ്ജനമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്തൊക്കെയോ മുളച്ചു വരാൻ പോകുകയാണ്. ചില ഇല്ലായ്മ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ചിലത് ഉളവായി വരികയാണ്. ആത്മാവിന്റെ നദി ചില കുടുംബങ്ങൾ, ചില വ്യക്തികളിൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ശൂന്യതയുടെ മണ്ഡലങ്ങളെ നികത്തുന്നവര് ദൈവ, ശൂന്യതയുടെ മണ്ഡലങ്ങളെ നികത്തുന്നവര് കർത്താവ്. നീ ശൂന്യത എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് നന്മ തന്ന് നിറയ്ക്കുന്നവര് നാഥൻ, അനുഗ്രഹിക്കുന്നവര് നാഥൻ. അഭിഷേകത്തിന്റെ നിറവ് അതുപോലെ ആത്മീക മണ്ഡലത്തിൽ മാത്രമല്ല, സാമ്പത്തിക മണ്ഡലത്തില്, നിന്റെ ശാരീരിക മണ്ഡലത്തില് ഒരു വിടുതൽ തന്ന്, ഒരു സ്വസ്ഥത തന്ന് അനുഗ്രഹിക്കുന്നവര് നാഥൻ. ജീവനബലവസി റിഗമന ഭൗഷാരകരഹസ്യ ഇന്ന് പകലില് വിശ്വസിക്കുന്നവർക്ക് ഈ വചനം വിടുതലായി തീരും. കാരണം വചനത്തിനകത്ത് ആത്മാവും ജീവനും കൊണ്ട് മറക്കരുത്. വചനം ദൈവം അയച്ചാൽ പ്രവർത്തി ചെയ്യാതെ ദൈവത്തിന്റെ അടുക്കൽ പോകത്തില്ല, മടങ്ങി പോകത്തില്ല. നിന്റെ ജീവിതത്തിൽ മാത്രമല്ല, നീ നിന്റെ വിഷയത്തിന്റെ നടുവില്, നിന്റെ കുടുംബത്തിന്റെ നടുവില് പ്രവർത്തി ചെയ്യാതെ കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങത്തില്ല. കാരണം ഈ വചനം ഏതു വാളിനേക്കാള് ഇരുവായ്ത്തലയും മൂർച്ചയുള്ള വാളാണ്. ചില വ്യക്തികളുടെ ജീവിത മണ്ഡലത്തില് നിർജ്ജനമെന്ന് കരുതുന്ന, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ കുടുംബക്കാരില്ല, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് നിർജ്ജനമെന്ന് പറയുന്ന മണ്ഡലത്തില് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ പോവുകയാണ്. ചിലരൊക്കെ എനിക്കുണ്ട്, ചിലരൊക്കെ എനിക്കുണ്ട് എന്ന് പറയാൻ പോവുകയാണ്. നിന്നെ ഇതുവരെ സ്നേഹിക്കാത്തവര്, ഇതുവരെ കരുതാത്തവര്, ഇതുവരെ തള്ളിക്കളയുന്ന വ്യക്തികള് നിന്നോട് സ്നേഹമായി വരുവാൻ പോവുകയാണ്. ചിലരൊക്കെ ഉണ്ടെന്ന് കർത്താവ് പറയിപ്പിക്കാൻ പോവുകയാണ്. ചിലർ അകന്നു പോയില്ലേ, ചിലർ അകന്നു പോയില്ലേ, അവരേക്ക് കർത്താവ് അടുപ്പിക്കാൻ പോകുന്നു. ചില കയ്പിന്റെ മണ്ഡലമില്ലേ നിന്റെ ഹൃദയത്തിൽ, ഇന്നും സങ്കടമല്ലേ ആ കാര്യം വിചാരിക്കുമ്പോൾ, എന്നാലും എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന്. എന്നാൽ ആ വ്യക്തി പശ്ചാത്തപിക്കാൻ പോകുകയാണ്. ഉടമാനകത്തിൽ പ്രൗഢാരകരഹസ്യ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നാഥനുണ്ട്, മറക്കരുത് കേട്ടോ. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്ന ദൈവ ആരെന്ന് വരുന്ന നാടുകൾ നിന്റെ മുന്നിൽ തെളിയിക്കാൻ പോകുകയാണ്. അവൻ സർവശക്തനാണ്. ജീവനബലവസ്യ റിഗംസിയാംതുനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വന്ന് പറഞ്ഞു, കർത്താവേ ഇത് നിർജ്ജന പ്രദേശമാണ്. നിർജ്ജനം എന്ന് പറയുമ്പോൾ വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്. നിർജ്ജന പ്രദേശം, നീരില്ലാത്ത പ്രദേശം. ഇത് ആൾപ്പാർപ്പിനൊന്നും കൊള്ളത്തില്ല, മോശമായ പ്രദേശം. പണ്ട് ശലോമോൻ ഹീരാമിന് കൊടുത്തതുപോലെ ഗലീലിൽ 10 പട്ടണങ്ങൾ കൊടുത്തു. ഹീരാം നല്ല ഹല്ലേലൂയ സരളവൃക്ഷവും ഹല്ലേലൂയ അതുപോലെ ഹല്ലേലൂയ ദേവദാരു ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷങ്ങൾ ശലോമോന് ആലയം പണിയാൻ കൊടുത്തു. അതുകൊണ്ട് അതുപോലെ പൊന്ന് ഇതെല്ലാം കൊടുത്തു. അതുകൊണ്ട് ഹീരാമിന് 10 പട്ടണം കൊടുത്തു. അതായത് ഗലീലിലെ പട്ടണം. ഹീരാമെന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യേ ഇതെനിക്ക് വേണ്ട സഹോദര, ഇതെന്തോന്ന് ഈ മോശപ്പെട്ട പട്ടണം, ഈ ഗലീലാദേശം ഇരുളടഞ്ഞ പട്ടണം, ഇത് ഒന്നിനും കൊള്ളൂല, ഇതാ എനിക്ക് തന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. സങ്കടമുള്ള പട്ടണമാണ്, പ്രയാസമുള്ള പട്ടണമാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഭയങ്കര പ്രശ്നമാണ്. ആരും മിണ്ടുന്നില്ല. മിണ്ടണവരും ഹല്ലേലൂയ ഇന്ന് മിണ്ടുമെങ്കിൽ നാളെ മിണ്ടൂല. പ്രശ്നമാണ് നിസാര കാര്യത്തിന് എന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അതിൻ്റെ ഉള്ളിലെ ഒരു വിഷയം കിടപ്പുണ്ട് കേട്ടോ. അത് നീരില്ലാത്ത പ്രദേശമാണ്. അശുദ്ധാത്മാവ് അവിടെ വ്യാപരിക്കുന്നു, പൈശാചിക മണ്ഡലം വ്യാപരിക്കുന്നു, പ്രതികൂല മണ്ഡലം വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ കൃതജ്ഞമായി ദൈവത്തോട് പറ, ഉടമാ റീബാ രഗന, നിന്റെ സങ്കടങ്ങൾ, നിന്റെ വിലാപങ്ങൾ, നിന്റെ കരച്ചിലുകൾ, നിന്റെ വിഷയങ്ങൾ, നിന്റെ നിരാശകൾ, പൈശാചിക മണ്ഡലം
മണ്ഡലങ്ങൾ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം മാറാൻ പോകുകയാണ്. ആ നീരില്ലാത്ത പ്രദേശത്ത് വ്യാപരിക്കുന്ന, ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്ത് വ്യാപരിക്കുന്ന അന്തരാജരീകമാനവയുടെ ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ, ദുഷ്ടൻ്റെ ആധിപത്യങ്ങൾ, ചില സർപ്പശക്തിയുടെ പോരാട്ടങ്ങൾ, അന്തരാജരീകമാനവയുടെ ജീവൽ പ്രൗഢാരകരഹസ്യ പെട്ടെന്ന് കോപം വരുത്തി നിന്നെ കൊണ്ട് പ്രതികരിപ്പിക്കുന്ന ദുരാത്മാവിൻ്റെ മണ്ഡലം, അന്തൽ പ്രൗഢാരഗസ്യ ദിഗനഗരക ദീപല ബൗഢവ, മുഖത്തോട് മുഖം നോക്കിയാൽ ഭിന്നതയിടുന്ന ദുരാത്മാവിൻ്റെ മണ്ഡലം, അന്താരാജരീകമാനവയുടെ തലമുറകളെ അനുസരണക്കേടിലേക്ക് നയിക്കുന്ന മണ്ഡലം, അത്തൽ ഘടകം വൈഡാരകരഹസ്യ പലതും കാണാൻ പ്രേരിപ്പിക്കുന്ന മണ്ഡലം, ജീവൽ പ്രൗഢാരകരഹസ്യ ചെവിയിൽ എന്തോ മന്ത്രിച്ച് വശീകരിക്കുന്ന മണ്ഡലം, ജൂഡാര ദീപാന സീക്കാമാന നിന്റെ ശരീരത്തെ അസ്ഥികളോട് പോരാടുന്ന മണ്ഡലം, അസ്ഥികളിൽ എന്നും വേദന, ഉടമാനകത്തിൽ പ്രൗഢാരകരഹസ്യ ആ സർപ്പ കെട്ട് ഇന്ന് പകൽക്കാലം അഴിയുന്നു. ആ സർപ്പ ബന്ധന ആ നീരില്ലാത്ത മണ്ഡലത്തില് ഉടാരകരക ദീപല ബൗഢവ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ദേശത്തിന് വ്യാപരിക്കുന്ന ആ ഇരുളിന്റെ ബന്ധനം, ആ സർപ്പത്തിന്റെ ബന്ധനം, ആ ദുരാത്മാവ്, ആ പഴയ പാമ്പിന്റെ ശക്തി ഇന്ന് പകൽക്കാലം അഴിയുന്നു യേശുവിന്റെ നാമത്തില്. ഉടവരവലവസ്യാരകരകന വക്ര സർപ്പമായ ലിവ്യാദാനയ, വിദ്രുത സർപ്പമായ ലിവ്യാദാനയ, സമുദ്രത്തിലെ മകാർ സർപ്പത്തെയ നശിപ്പിച്ച രഗവിനെ വെട്ടി മകാർ സർപ്പത്തെ കുത്തിക്കളഞ്ഞ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശു ക്രിസ്തു നാമത്തില് കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന, തലമുറകളിൽ വ്യാപരിക്കുന്ന, അവിടെ ജീവിത മേഖലകളിൽ വ്യാപരിക്കുന്ന, അവിടെ ബിസിനസ് മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന, ജോലിയിൽ വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂല വൈരികള് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ചില വ്യക്തി ജീവിതങ്ങള് രോഗപ്പെട്ട്, അസ്ഥികളിൽ രോഗപ്പെട്ട് പോരാടുന്ന എല്ലാ സർപ്പ കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. റീബാരകരഹസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, കർത്താവേ ഇത് നിർജ്ജനമാണ് കർത്താവേ, ഒരു ജനവാസമില്ല, അതുകൊണ്ട് ഇത് വെച്ച് മതിയാ കർത്താവ്, ഇത് നടക്കത്തില്ല, എന്തിനാ? അടുത്ത് മൂന്നാമതൊരാൾ വന്ന് പറയാണ്, ഹല്ലേലൂയ. വായിക്കാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയായില്ല എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം അല്പം പണത്തിന്, അതായത് അപ്പം ലഭിക്കേണ്ടതിന്, കുറച്ചെങ്കിലും ഇതെങ്കിലും ലഭിക്കേണ്ടതിന് ഈ 200 പണമേ ഉള്ളൂ, 200 രൂപയേ ഉള്ളൂ. പിന്നെ എങ്ങനെ കർത്താവ്? ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആകെ 200 രൂപയുണ്ട്. അതിന് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ദോശയോ പെറോട്ടയോ എന്തെങ്കിലും വാങ്ങിയാൽ നമുക്ക് 12 എണ്ണത്തിന് പോലും തികയൂല. പിന്നെയാണ് ഈ 5000 പേർക്ക്, 5000 പുരുഷന്മാർ മാത്രം, ഇത്രയും പേർക്ക് എന്ന് പറഞ്ഞാൽ അല്പം പൈസയുണ്ട്, 200 പണം. കർത്താവേ, ഇതിന് ഒന്നും നടക്കൂല, ഒന്നും തികയത്തില്ല. ഈ 200 പണത്തിനപ്പം വാങ്ങിയാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല, നമുക്ക് പോലും തികയത്തില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് കൊടുക്കും കർത്താവേ? അതുകൊണ്ട് കർത്താവേ, ഈ വാക്കങ്ങ് പിൻവലിക്ക്. ഇത് ഹല്ലേലൂയ, ഇത് വേണ്ട കേട്ടോ. അവരോടൊന്ന് പറഞ്ഞു കൊതിപ്പിക്കാതെ കർത്താവേ. അവരൊക്കെ ഇപ്പം വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ അപ്പം കൊടുക്കും വിളമ്പുമെന്ന്, അതുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്, ഏത് ഫുഡായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, ഈ കാര്യം അങ്ങ് മാറ്റ്, ഇതങ്ങ് മതിയാക്കുക കർത്താവേ. ഇനി ഒന്നും പറയല്ലേ കർത്താവേ, ഇതിനെക്കുറിച്ചൊന്നും പറയല്ലേ എന്ന് അദ്ദേഹം ഹൃദയംഗമായി പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ കരങ്ങളിൽ പൈസയൊന്നും ഇല്ലല്ലോ, ആ കാര്യം നടത്താൻ ഇനിയും പണം വേണം. പൈസ എന്നതിൽ വളരെ ഞെരുക്കമാണ് കർത്താവേ, വളരെ ബുദ്ധിമുട്ടാണ് കർത്താവേ. എൻ്റെ കൊച്ചിനെ എങ്ങനെ പഠിപ്പിക്കും കർത്താവേ? ആ കാര്യം എങ്ങനെ ചെയ്യും കർത്താവേ? ഇന്ന വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും കർത്താവേ? ഹല്ലേലൂയ. ഓ നീ ഹല്ലേലൂയ ഹൃദയത്തിൽ ഞെരുങ്ങുന്നു. ആ രോഗം എങ്ങനെ സൗഖ്യമാകും കർത്താവേ? ആ വിഷയം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും കർത്താവേ? നീ ഭാരപ്പെടുന്നുണ്ടോ? ആ വാതിൽ എനിക്ക് വേണ്ടി എങ്ങനെ തുറക്കും കർത്താവേ? ആ ജോലി എങ്ങനെ കിട്ടും കർത്താവേ? ആ പ്രതിസന്ധി എങ്ങനെ മാറും കർത്താവേ? എൻ്റെ കുടുംബം ഒന്ന് പച്ച പിടിക്കും
അനുഗ്രഹിക്കോ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് പകൽക്കാല പരിശുദ്ധം പറയുന്നു, നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന്, നിന്റെ ഞെരുക്കം മാറുമെന്ന്, നിന്റെ സാമ്പത്തിക ഞെരുക്കം മാറുമെന്ന്, നിനക്ക് ഹല്ലേലൂയ വിശാലമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുവാന്, ദൈവനാമത്തിന് കൊടുക്കുവാന് നിന്റെ കരങ്ങളിൽ പരിശുദ്ധമ നൽകി തരുമെന്ന് ഉടമാ റീബ രഗന ദിഗനഗരഗതിയ ഈ ദൂത് വിശ്വസിക്കാമോ? വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിന്റെ ഞെരുക്കം മാറ്റുന്ന ഒരു കർത്താവ്, നിനക്കൊരു വിശാലത തരുന്ന കർത്താവ്. എബേസിന്റെ ആത്മീക ഭൗതികമായ അതിര് വിശാലമാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാല നിന്റെ ജീവിതത്തില് ആത്മീക ഭൗതികമായ അതിര് വിശാലമാക്കുവാൻ കർത്താവിന് ശക്തിയുണ്ട്. നിന്റെ ഞെരുക്കങ്ങൾ മാറിപ്പോകുകയാണ്. നിന്റെ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ മാറിപ്പോകുകയാണ്. വഴികൾക്ക് ഒരു വിശാലത വരികയാണ്. നിന്റെ വഴികളെ തടഞ്ഞ് വാത് കെട്ടിയ ശത്രുവിന്റെ മണ്ഡല മാറിപ്പോകുകയാണ്, പിന്തിരിഞ്ഞു പോകുകയാണ്. വഴിയിലുള്ള തടസ്സം മാറുകയാണ്. ഇതാ നിന്റെ വഴിയില്, നിന്റെ പാതയില് ഒരു വെളിച്ചം വീശുകയാണ്. അത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ് കർത്താവ് വഴി തുറക്കുന്നത്, കർത്താവ് പാത നേരെയാക്കുന്നത്. ഒന്ന്, നീ ആത്മീകമായിട്ട് വിശുദ്ധിയോടെ ആ പാതയിലൂടെ സഞ്ചരിച്ച് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ. രണ്ട്, നിന്റെ ജീവിതത്തിന്റെ നടുവില് ശത്രു തടഞ്ഞു വെച്ച നന്മകൾ നീ പ്രാപിക്കുവാൻ. ആ വെളിച്ചത്തിലൂടെ നടക്കുമ്പോൾ നിനക്ക് എല്ലാം കാണാം, നന്മകളെല്ലാം കാണാൻ പറ്റൂ, അതെടുക്കുവാൻ പറ്റൂ, അത് നിനക്ക് അനുഭവിക്കാൻ പറ്റൂ. ആ കർത്താവ് തരുന്ന നന്മ, കർത്താവിന്റെ കൃപ, അത് നിനക്ക് അനുഭവിക്കുവാൻ തക്കപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാല ഏതൊക്കെയോ ചില വ്യക്തികൾക്ക് ദൈവാത്മാവ് ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. വരണ്ട അവസ്ഥകളെ മാറ്റി, ഞെരുക്കങ്ങളെ മാറ്റി ഒരു വിശാലത. സാമ്പത്തികമായി നീ കരയുന്നു, അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി വലിയ ചെയ്യുന്നു. നീ ആത്മികമായി തളർന്നു പോയ മണ്ഡലങ്ങള് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇതുപോലെ പഴയ ദൈവ സാന്നിധ്യം എനിക്ക് മടക്കി തരണമേ, മടക്കി തരണമേ. ദാവീദ് പ്രാർത്ഥിച്ചു, രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. ആരോഗ്യ ആഗ്രഹിക്കുന്നു, അവരുടെ നടുവിലേക്ക് ആത്മാവിന്റെ ഒരു പുതു ചൈതന്യം പരിശുദ്ധാത്മ നൽകി തരുന്നു, പരിശുദ്ധാത്മ നൽകി തരുന്നു. ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു, ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ആത്മാവിന്റെ ഒരു ജ്വലന ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഏൽപ്പിച്ചു കൊടുക്ക്. ആൾ മാറിയതുപോലെ നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു നാഥൻ പുതിയതൊന്ന് ഇത് പകൽക്കാലം പുതിയത് നിന്റെ നാവിൽ തരുന്നു, പുതിയതൊന്ന് നിന്റെ നാവിൽ തരുന്നു, പുതിയത് നിന്റെ ജീവിതത്തിൽ തരുന്നു. അഭിഷിക്തന്മാരെ, ദൈവസഭയിൽ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തില് പരിശുദ്ധാത്മ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യുന്നു. കഴിഞ്ഞ നാടുകളിലെ വിഷൻ അല്ല, പുതിയൊരു വിഷൻ, പുതിയൊരു കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്നു. കഴിഞ്ഞ നാടുകൾ കാണാത്ത ചിലതിനെ കാണാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ, ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത ചില മറുപടികൾ അവരുടെ ജീവിതത്തിൽ ഉളവായി വരട്ടെ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം, ആത്മാവിന്റെ വലിയ സാന്നിധ്യം, ആത്മാവിന്റെ വലിയ സാന്നിധ്യം തീ ജ്വലിച്ച് ആളി കത്തുന്നത് പോലെ, ആളി കത്തുന്നത് പോലെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ആളി കത്തുന്നവരനുഭവം, ആളി കത്തുന്നവരനുഭവം, ആത്മാവിൽ ചൂടുപിടിക്കുന്ന അനുഭവം. വെളിപ്പാടുകൾ കാണുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. അത് ശത്രു മറയിട്ടിരിക്കുന്നു. ആ മറകൾ നീങ്ങുന്നു, ആത്മീയ തിമിരം മാറുന്നു, ആത്മീയ തിമിരം മാറുന്നു. നിന്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിക്കാൻ പോകുകയാണ്, പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക്. നിനക്ക് വിട്ടുതരിന്റെ പകൽക്കാലം ജീവൽ പ്രൗഢാരഗതി ദിഗമന
ഭൂഷാരകരകസി റീമാനകച്ചസി അർച്ചുനരമനം ക്ഷകരകരക ദീപല ബൗഡവ ഓരവസി ആനകരക ദീപല ബൗഡവ ഋഗംബൽ പ്രൗഢാരകച്ചസി അന്തരക്ഷ റീകമാന ബൗഡെ ജീവാനകരക ദീപല ബൗഡവ ഔ ശമന റിബനബലവ ശംബൽ കടക വൈഡാരകരക ദീപല ഭൂഷാരകച്ചസി ജീവനബലവസി ആരകരകന ജീവിതങ്ങൾ ദൈവത്താൽ വിടുവിക്കപ്പെട്ട് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഇനി ശത്രുവിന്റെ ആധിപത്യങ്ങൾ അവരുടെ മേൽ ഇരിക്കുവാൻ പാടില്ല. സകല ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ആമേ കയറുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഉടമ റീബ രഗന റീബൽ പ്രൗഢാരകരഹസ്യ അസ്ത രഗതല വൈഡ പ്രബലത റിഗബൽ പ്രൗഢാരഗച്ഛസി ജീവനബലവ ശംബലബൗഡവ സകല ജീവിതങ്ങൾ ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. റീബാനഗരഹസി ദിഗനഗരഗ ദീപലബൗഡവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവവചനം പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് 200 പണമേ ഉള്ളൂ. പിന്നെയും ഒരാൾ വന്ന് പറയുന്നു യോഹന്നാൻ 6:9. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തൊരു ശിഷ്യൻ വന്ന് പറയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്. അത് അന്ത്രയോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഇത് ഇത്രയും പേർക്ക് എന്തുള്ളു? 5 അപ്പവും 2 മീനുണ്ട്, എനിക്ക് പോലും തികയില്ല. പിന്നെയാണ് ഇത്രയും പേർക്ക് എന്തുള്ളു? അവിടുത്തെ പദം ഇതാണ്, എങ്കിലും ഇത്രയും പേർക്ക് ഇത് എന്തുള്ളു, എന്തുള്ളു? ആഹാരത്തിന് പോലും വകയില്ലാത്ത അനുഭവങ്ങൾ. ജീവനബലവസി ചുടമ റീബ രഗന ദിഗനഗരഹസ്യ റീബൽ പ്രൗഢാരകരഹസ്യ. ചില കുടുംബങ്ങളിൽ റിബനബലവസി ഉപജീവന മാർഗങ്ങളിൽ നഷ്ടപ്പെട്ട് റിബനബലവസി കുടുംബത്തിനകത്ത് ദാരിദ്ര്യം അന്തരക്ഷ റീകമാനവൂടെ പരിശുദ്ധാത്മാവ് റീബാനഗരഹസ്യ പറയുന്നു. അങ്ങനെ ഒരു പരാധീനത അനുഭവിക്കുന്ന ഒരു സഹോദരി ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത്തൽക്കടകം ജുഡാരകരഹസ്യ കിച്ചണിലൊന്നുമില്ല. പലപ്പോഴും ജീവനബലവസി നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാൻ പോകുന്നു. ഉടമ റീബ രഗന ഒരു വാഹനത്തിൽ പച്ചക്കറികളെല്ലാം കൊണ്ട് ഇറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്നെ ദർശിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നിനക്കൊരു സമൃദ്ധി കർത്താവ് തരാൻ പോകുന്നു, ഒരു വിടുതൽ അയക്കാൻ പോകുന്നു. റീബാനഗരഹസ്യ ദിഗനഗരഹസ്യ ഒരു വിടുതൽ അയക്കാൻ പോകുന്നു. അതോടൊപ്പം എന്നെ കാണിക്കുന്ന വെളിപ്പാട് അത്തൽക്കടകം വൈഡാരഗച്ഛസി ദിഗനഗരഹസി നിന്നെ ഭൗതികമായി ഉണർത്തുന്നത് മാത്രമല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് മാത്രമല്ല, ആത്മീകമായിട്ട് ദൈവാത്മാവ് കാണുന്നു. ഒരു ഹാലയിൽ ഇടുങ്ങിയ ഒരു പാലം, അതായത് ഒരു വഴി, അതിലൊരു പാലമുണ്ട്. ആ പാലം കയറി ഇറങ്ങുമ്പോൾ ഒരു റിബനബലവ ശമ്പൽ കടകം ഉദാരകരഹസി എന്തോ പച്ച വിരിച്ച ഒരു സ്ഥലത്തുകൂടെ, റീബാനഗരഹസ്യ മാറ്റ് വിരിച്ച ഒരു സ്ഥലത്തുകൂടെ റീബനബൗഡവ നടക്കുന്നതായിട്ട്. അതായത് റിബനബലവ ശമ്പൽ കടകം നിന്റെ റിബനബലവസി ഭൗതിക നന്മ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ പലപ്പോഴും അയ്യോ റീബാനഗരഹസ്യ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയല്ലോ, ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഒരിക്കലും നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മാറ്റി നിനക്ക് റിബനബലവസ്യ ഒരു സമാധാനം, ഒരു സന്തോഷം ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഉദാരകരഗതി ഒരു സന്തോഷവും സമാധാനവും തന്ന് നിന്നെ ഇതാ റീബാനഗതി കഴിഞ്ഞ നാളുകളിലെ ആ വളരെ കഠിന ശോധനകളെ മാറ്റി നിന്നെ പുറത്തെടുത്ത് വഴി നടത്താൻ പോകുന്നെന്ന് ആത്മീകമായിട്ട് ഒരു ചലനം നിന്റെ ജീവിതത്തിൽ ദൈവം തരാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ആ വ്യക്തി ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം നിനക്കത് വിടുതലാണ്. ജുഡാരബ ദിബലബലബ ശമ്പലബൗഡ അന്തൽ കടകം വൈഡാരഗച്ഛസി റീകമാനവിടെ ഞെരുക്കത്തിൽ ആര് ഞെരുക്കത്തിൽ ഇരിക്കുന്നു? ആത്മീക ഞെരുക്കമാണോ ഭൗതിക ഞെരുക്കമാണോ? ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്, കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആത്മീകവും ഭൗതികമായ മേഖലകളിൽ അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവ സർവശക്തനാണെന്ന് നീ വിശ്വസിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ഹാലയിലെ ശിഷ്യൻ വന്ന് പറഞ്ഞു, കർത്താവേ ഇവിടെ ഒരു ബാലകനുണ്ട്, ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട് 2 മീനുണ്ട്. ഹല്ലേലൂയ. ഇതാർക്കും തികയത്തില്ല, ഇത് എന്തുള്ളൂ കർത്താവ്, എന്നാൽ ഇത്രയും ഉണ്ട്. ആ ബാലകനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ 3 ദിവസമായി കർത്താവിനോട് കൂടെ ഹല്ലേലൂയ അവരായിരിക്കുകയാണ്, ജനമായിരിക്കുകയാണ്, ബാലകനുമായിരിക്കുകയാണ്.
3 ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ കൊടുത്തയച്ച ഭക്ഷണമാണ്, അവന് കഴിക്കാൻ കൊടുത്തയച്ച ഭക്ഷണമാണ്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് ഇരിക്കുകയാണ്, ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എല്ലാവരും വചനം കേട്ടോണ്ടിരിക്കുന്നു, എല്ലാവരും അതാ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നു, ആ രോഗി സൗഖ്യമാവുന്നു, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാ ചെകിടൻ കേൾക്കുന്നു, അയ്യോ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ ഇവൻ നിരനിരയായി കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം കേട്ട് എല്ലാവരും ലയിച്ചിരിക്കുന്നു, അവനും ലയിച്ചിരിക്കുന്നു. ആഹാരം കഴിക്കാൻ പോലും മറന്നുപോയി. പ്രിയ ദൈവവേദനെ, നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപക്ഷെ ടൈം പോകുന്നത് നീ അറിയുന്നില്ലെങ്കിൽ ദൈവം നിന്നെ ഇരട്ടി അനുഗ്രഹിക്കും കേട്ടോ. ഹല്ലേലൂയ. അതോ കർത്താവെ 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ് ഈ പ്രസംഗം എപ്പോഴും തീരും എന്നാണോ ചോദിക്കുന്നതെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. ഹല്ലേലൂയ. കോട്ടുവായിട്ടിട്ട് ഹല്ലേലൂയ, അതായത് പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങി മയങ്ങി വീഴുന്നു. അപ്പോഴപ്പോഴാ കോട്ടുവ, അപ്പോഴപ്പോഴാ വചനത്തിൽ നോക്കുന്നു, അയ്യോ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോഴപ്പോഴാ 2 വാക്ക് പ്രാർത്ഥിക്കുന്നു, പിന്നെ ഉറക്കം തൂങ്ങുന്നുവെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. ഏതോ അന്ധകാര ശക്തി പോരാടുന്നു. അത് തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന ഹല്ലേലൂയ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. സകലത്തെ ഉളവാക്കിയ സർവശക്തന്റെ കരം നമുക്ക് അനുകൂലമായി വരേണ്ടതിന്, നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉറക്കം തൂങ്ങിയ പ്രാർത്ഥനകളല്ല, ഉണർവോടെ പ്രാർത്ഥിക്കണം. 5 മിനിറ്റായാലും നല്ല ഉണർവോടെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. കാരണം നാം പ്രാർത്ഥിക്കുന്നത് ഒരു മനുഷ്യനോടല്ല, സർവശക്തനായ ഹല്ലേലൂയ സകലത്തിൻ്റെ ഉടയവനായ, സകല രാജ്യങ്ങളിൽ ഊടാടി സഞ്ചരിക്കുന്ന 7 കണ്ണുള്ള ആ സ്വർഗത്തിലെ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഉണർവോടെ പ്രാർത്ഥിക്കണം, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കൃപയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അത്ഭുത മറുപടികളെ സർവശക്തൻ നൽകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. മുമ്പ് അഭിഷേകം പ്രാപിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന സമയത്ത് നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു. അപ്പോൾ ദൈവം സംസാരിക്കുമായിരുന്നു. ഇപ്പം പലരോടും ദൈവം സംസാരിക്കുന്നില്ല. ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ കണക്ഷൻ എവിടെയോ മുറിഞ്ഞു പോയി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട മൊബൈൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. ഒരു ആപ്പിളിൻ്റെ മൊബൈലാണ്, അത് 1 ലക്ഷം രൂപയാണ്. പക്ഷെ ഞാൻ സിമ്മിടാതിരുന്നാൽ, ടവറുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ഈ മൊബൈൽ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കണക്ഷൻ നഷ്ടപ്പെടുത്തരുത്. കർത്താവ് വരാറായി. പോവൂല. കണക്ഷൻ ഉണ്ടെങ്കിൽ ശബ്ദം കേൾക്കൂ, കാഹളം കേൾക്കൂ, പറക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഈ 5 അപ്പവും 2 മീനും ഒരു കുഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം ദിവസമായി, 2-ാം ദിവസമായി, 3-ാം ദിവസമായി. ഇപ്പം നമ്മൾ വിചാരിക്കും അതെന്തൊരു പരുവത്തിലായി കാണും, വളിച്ച് നാറിക്കാണും, പൂത്ത് കാണും. ഇതാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ തണുത്ത ആഹാരം? എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ്. ഇപ്പം ചുട്ട ദോശയാണെങ്കിൽ ഇഷ്ടമുണ്ട്, ചൂടാകാരം വൈകിട്ട് കഴിക്കാനായിട്ട്. ഹല്ലേലൂയ. 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 അങ്ങനെ ഒരു ടെൻഡൻസി നമുക്കുള്ളപ്പോഴാണ് ഈ കുഞ്ഞ് തണുത്ത് വിറങ്ങലിച്ച 5 അപ്പവും 2 മീനും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മളാണെങ്കിൽ കൊടുക്കാൻ മടിക്കും. ഈ കുഞ്ഞെന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞതും ഊടം കൊണ്ട് കൊടുക്കുകയാണ് ഒരു ശിഷ്യൻ്റെ കയ്യിൽ. ഇത് യേശുവിന് കൊടുത്താട്ടെ എന്ന് പറഞ്ഞാൽ ബാലന്മാരും ബാലികമാരും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പഠിക്കണം. ഇപ്പം യഥാർത്ഥത്തിൽ കൊടുക്കാൻ പഠിപ്പിക്കേണ്ടത് വലിയവരെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കുന്നവരായിരിക്കണം. നമ്മെ തന്നെ കൊടുക്കണം. എന്തെല്ലാം കൊടുത്താലും കർത്താവിനിഷ്ടം നമ്മെ കൊടുക്കുന്നത്. കർത്താവ് പറയുന്നു, മകനെ മകളെ അകത്തുള്ളത് ഭിക്ഷയായി താ, അകത്തുള്ളത് ഭിക്ഷയായി താ, നിന്റെ ഹൃദയം എനിക്ക് താ. കർത്താവ് നമ്മെ ചോദിക്കുകയാണ്, ഭിക്ഷയായി ചോദിക്കുന്നു. ഭിക്ഷയായി ചോദിച്ച ഒരു ഭിക്ഷക്കാരന് നിങ്ങൾ 5 രൂപ കൊടുത്തു, പിറ്റേന്ന് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ 5 രൂപ തന്നു ഇങ്ങോട്ട് എന്ന് പറയൂ. ഒരു ഭിക്ഷക്കാരന് 10 രൂപ കൊടുത്തു,
2-3 ദിവസം കഴിഞ്ഞ് ആ ഭിക്ഷക്കാരൻ പിന്നെയും ഭിക്ഷ തെണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നാൾ തന്ന 10 രൂപ എങ്ങോട്ടോട് എന്ന് പറയോ? പറയത്തില്ല. തിരിച്ച് എടുക്കാനല്ല കൊടുക്കാൻ പറഞ്ഞത്. പലരും ഹൃദയം കൊടുത്തു. കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വരണം, ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം തീരുമാനം എടുത്തു. ഇപ്പം ഹൃദയത്തെ മര്യാദയ്ക്ക് ഇതാ കർത്താവ് എൻ്റെ ഹൃദയം, എനിക്കിഷ്ടമുള്ള ചിന്തിക്കാൻ, എൻ്റെ വഴിയിൽ നടക്കാൻ, എൻ്റെ ഇഷ്ടപ്രകാരം ആവശ്യമില്ല. നമ്മുടെ ഹൃദയമാണ് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോകത്തിലെ കർത്താവിൻ്റെ വേലയ്ക്ക് ചിലതൊക്കെ ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ ഈ കുഞ്ഞ് സന്തോഷത്തോടെ കൊടുത്തു. അവനൊന്നും നോക്കിയില്ല, സന്തോഷത്തോടെ കൊടുത്തു. ഇതിനെ കർത്താവ് കരത്തിൽ വാങ്ങി. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉറക്ക ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യം ദൈവത്തിനോട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനം പറയുന്നു, കർത്താവ് ഇതിനെ കരങ്ങളിൽ വാങ്ങി. പ്രിയ ദൈവവേദിലെ, ഇന്ന് പകൽക്കാലം നിന്നെ സമ്പൂർണ്ണമായി കൊടുത്താൽ കർത്താവ് കരങ്ങളിൽ എടുക്കും നിന്നെ. എന്തിനെന്നറിയാമോ കരങ്ങളിൽ എടുക്കുന്നത്? എന്തിനെന്നറിയാമോ കരങ്ങളിൽ എടുക്കുന്നത്? നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ, ഏതൊക്കെയോ വിഷയത്തിനൊരു വർധനവ് തരുവാൻ, ഒരു വർധനവ് തരുവാൻ, ഒരു വിടുതൽ അയക്കുവാൻ, ഒരു ദൈവപ്രവൃത്തി അയക്കുവാൻ, നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ, നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ചില വിടുതലുകളെ അയക്കുവാൻ നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. നിന്നെ ഒന്ന് കർത്താവിന് സമർപ്പിക്കണം കേട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളുടെ സമർപ്പണമല്ല. എവിടെയൊക്കെ തെറ്റിപ്പോയി, എവിടെയൊക്കെ തെറ്റിപ്പോയി, എവിടെയൊക്കെ മൊബൈലിലായിപ്പോയി, എവിടെയൊക്കെ ഫേസ്ബുക്കിലായിപ്പോയി, അതെല്ലാം കർത്താവിനോട് പറയണം. കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഇന്ന് ഞാൻ മടങ്ങി വരുന്നു കർത്താവേ, മടങ്ങി വരുന്നു കർത്താവേ. കർത്താവ് നിന്നെ ചേർത്തണയ്ക്കും കേട്ടോ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. ഹല്ലേലൂയ. ഹൃദയംഗമായി കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നു, കർത്താവ് അതിനെ കരങ്ങളിൽ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചളിച്ചു പുളിച്ചിരുന്നതാണ്, ഹല്ലേലൂയ, തണുത്ത് വിറങ്ങലിച്ചിരുന്നതാണ്. ഇതിനെ കർത്താവ് കരത്തിലോട്ട് എടുത്ത് അനുഗ്രഹിച്ചു. 1, അത് രുചിയുള്ളതായി തീർന്നു. 2, അത് ഫ്രഷായി ഇപ്പം ചുട്ടതുപോലെ ആയി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് അനുഗ്രഹിക്കപ്പെട്ടു, അത് വർധനവിലേക്ക് വന്നു. പ്രിയ ദൈവവേദലേ, നമ്മെ ഒന്ന് കരത്തിൽ വാസ്തവമായി കൊടുത്താൽ, ചില മുട്ടാപിടുത്തങ്ങളും ചില ശാഠ്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് നമ്മെ ഒന്ന് കൊടുത്താൽ, നമ്മെ ഒന്ന് ഇട്ടുകൊടുത്താൽ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് പണിയുവാൻ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ അനുഗ്രഹിപ്പാൻ, നമ്മളെ ഉപയോഗിക്കാൻ, ഹല്ലേലൂയ, ഒന്ന് ഇട്ടുകൊടുത്താൽ ദൈവം നമ്മെ പണിയും, ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ ഉപയോഗിക്കും. നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ മാനിക്കും. കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല മുൻസ്ഥാനം, ദൈവ ഇഷ്ടത്തിന്, ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കണം. പലപ്പോഴും പരാജയം വരുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുമ്പോഴാണ്. പ്രിയ ദൈവവേദലേ, ദൈവ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, കർത്താവിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഇതിനെ നുറുക്കുകയാണ്, നുറുക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 41 സുവിശേഷം 6:41. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. 4 പേർ പറഞ്ഞു, കർത്താവേ ഇത് അസാധ്യമാണ്, ഇത് നടക്കത്തില്ല. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ അസാധ്യം. മരുഭൂമിയിലൂടെ അവർ വരികയാണ്, 6 ലക്ഷത്തിലധികം ജനമുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മോശേ, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഈ മരുഭൂമിയിൽ കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾ ഇറച്ചി തിന്നിട്ട് വളരെ ദിവസങ്ങളായി, ഞങ്ങൾക്ക് നീ ആഹാരം എന്താ? അപ്പോൾ മോശ പറയുന്നു, ദൈവം നിങ്ങൾക്ക് തരും. അപ്പോൾ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? നമ്മൾ അപ്പച്ചന്മാരും ചോദിച്ചെന്ന്. ഹല്ലേലൂയ. ആ ഒരു വചനം വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായം 19-20 വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായം 19-20. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു,
മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. റിബനബലബ ശംബല ബൗഡാരഗരഗസ്യ ദിഗരഗരഗ ദീബല ബൗഡബ ദീഗമാന ബൗഡാരഗച്ചസ്യാരഗരഗരെ അംദൽ പ്രൗഡാരഗരഗസി. പലപ്പോഴും നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അല്ലേ? മറുപടിയില്ല അല്ലേ? ജീവൽ പ്രൗഡാരഗരഗസ്യ. കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ നിന്റെ വഴികളിലാണ് നടക്കുന്നത്. ഞാൻ സഭാരാധനയ്ക്ക് പോകുന്നു. പക്ഷെ എൻ്റെ വിഷയത്തിന് മറുപടി ഇല്ലല്ലോ. ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു അല്ലേ? ഇന്ന് പകൽക്കാലം നിനക്ക് മറുപടി ഉണ്ട് കേട്ടോ. നിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ അവൻ സർവശക്തനാണ്. മരുഭൂമിയിൽ ദൈവ മക്കൾക്ക് മന്ന വർഷിപ്പിച്ച ദൈവ, കാടപ്പക്ഷികളെ വർഷിപ്പിച്ച ദൈവ, മരുഭൂമിയിൽ മേശ ഒരുക്കിയ ദൈവ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ മേശ ഒരുക്കാൻ അവൻ സർവശക്തനാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന പകൽക്കാലം. ജീവൽ പ്രൗഢാരകരകസി ദിഗരഗരഗ ദീപല ബൗഷാരകരകസ്യ ഉടമാ റീബാ രഗന റീബൽ പ്രൗഢാരകരകസി അംദനാ റിഗംദുനി റിഗരഗരഗസ്യാരകരഗരെ. നിന്റെ ജീവിതത്തിന്റെ ഉള്ളില് നീ ഭാരപ്പെട്ട്, വളരെ നാൾ കൊണ്ട് ഭാരപ്പെട്ട് നീ വിഷാദിക്കുന്ന വിഷയത്തിന് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് വിടുതലയക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ സകലം ഉളവാക്കുന്ന സർവശക്തൻ വിടുതലയക്കുകയാണ്. നിന്റെ ജീവിത ഭാരങ്ങൾ മാറിപ്പോകുന്നു. നിന്റെ നിരാശകൾ മാറിപ്പോകുന്നു. അന്തരാജ റീഗമാന ബൗഡേ. പലപ്പോഴും എന്തോ ഒരു ശാപം, എന്റെ കുടുംബത്തിൽ എന്തോ ഒരു ശാപം, എന്റെ മക്കൾക്ക് ഒരു ഉന്നമനമില്ല എന്ന് നീ ഭാരപ്പെടുന്നു. ആ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായതുകൊണ്ട് എല്ലാ ശാപ ബന്ധനങ്ങള് അഴിഞ്ഞു മാറുകയാണ്. ജീവനബലവസ്യ ദിഗനഗരഗതിയ. നിന്റെ ജീവിതത്തെ ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിവുള്ള സർവശക്തനാണ് യേശു. റീബാരഗരഗസി ദിഗനഗരഗതിയ റീബൽ പ്രൗഢാരഗരഗസി അംദൽ കടകം വൈഡാരഗച്ച സ്യാരഗരഗനെ. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പൽക്കാലം വ്യാപരിക്കുന്നു. നിന്നെ വിടുവിക്കുന്ന കർത്താവ്, നിന്നെ സഹായിക്കുന്ന നാഥൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കൂ, പിതാക്കന്മാർ ചോദിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ പറ്റുമോ? ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമോ? ഇറച്ചി തരുമോ? അതിൻ്റെ ആ 78-ാം വചനം, അതായത് 78-ാം സങ്കീർത്തനം 24-27 പറയുന്നു, അവൻ മന്ന വർഷിപ്പിച്ചു, ശക്തിമാന്മാർ തിന്നുന്ന അപ്പം എല്ലാവർക്കും കൊടുത്തു. ഇനി ഒരു വചനം അതിൽ തന്നെ വായിച്ചട്ടെ, 27. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. മാംസം ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇറച്ചിയൊന്നും ഇല്ലെന്ന്. പൊടി പോലെ മാംസം, കാടപ്പക്ഷികളെ കൊണ്ട് നിറച്ചു. പക്ഷികളെയും കൊടുത്തെന്നാണ്. കോഴി പക്ഷിവർഗത്തിൽ ഉൾപ്പെടുന്നതാണ്. കോഴികളും പറന്ന് അടുത്ത് നിന്നു, പക്ഷികളും നിന്നു. ഹാലിലെ കാടപ്പക്ഷികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷികളെയും കൊടുത്തു. പൊടി പോലെ മാംസം. കാടപ്പക്ഷികൾ, എല്ലാ പക്ഷികളും പറന്ന് നിന്നത് ഇഷ്ടത്തിനൊത്ത് പിടിച്ച് അവർ കഴിച്ചെന്ന്. 6 ലക്ഷം പുരുഷന്മാരും അതിനൊത്ത കുഞ്ഞുങ്ങളും ഭാര്യ, ഇവർക്കെല്ലാവർക്കും കർത്താവ് മരുഭൂമിയിൽ മേശ ഒരുക്കിയെന്ന്. അങ്ങനെയൊക്കെ നിന്റെ ജീവിതത്തിൽ മേശ ഒരുക്കാൻ പറ്റത്തില്ലേ? പ്രിയ ദൈവ പൈതലേ, നിനക്കൊരു അത്ഭുതം ചെയ്യാൻ ഈ കർത്താവിന് കഴിവില്ലേ? നിശ്ചയമായി കഴിവുണ്ട്. വിശ്വസിച്ചോ? ഇന്ന് പകൽക്കാലത്ത് വിശ്വസിക്കേ, നീ അത്ഭുതം കാണാൻ പോകുന്നു. ജീവൽ പ്രൗഢാരഗച്ചസി ദിഗനഗരഗസി. നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ഈ ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രി. പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുണ്ട്. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ വകുപ്പ്, ആരോഗ്യ വകുപ്പ്. അത്ഭുതം മാത്രം കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രിമാരും ഇന്നുവരെ ഇല്ല. നമ്മളെ കർത്താവല്ലാതെ വേറെ ആരും ഇല്ലാട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പേര് അത്ഭുത മന്ത്രി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു മഹാത്ഭുതം ചെയ്യുമ്പോൾ ഈ ദൈവം സർവശക്തൻ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവം അത്ഭുതം ചെയ്യും. നോക്കൂ, അന്തരീക്ഷത്തിൽ 96% വാതകങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതിൽ ഓക്സിജന് പകരം വയ്ക്കാൻ ഓക്സിജൻ മാത്രമേ ഉള്ളൂ.
ഹല്ലേലൂയ. യേശുവിന് പകരം വയ്ക്കാൻ യേശു മാത്രം. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് പകരം വയ്ക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനം പറയുന്നു, അവർ അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ എന്ന് പറയുന്നു, 4 പേര് വന്ന് ഒരുപോലെ പറഞ്ഞു, കർത്താവെ അസാധ്യമാണ്, ഇത് കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നും നടക്കൂല, മരുഭൂമിയാണ്, നിർജ്ജനമാണ്, പൈസയില്ല, 5 അപ്പേ ഉള്ളൂ, ഒരു ഹാലരി 2 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ, വീട്ടിനകത്ത് വേറെ ഒന്നും ഇല്ല എന്നൊക്കെ വന്ന് പറയാണ് കർത്താവിനോട്. വായിക്കൂ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഹല്ലേലൂയ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത്, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. മതി. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, മരുഭൂമിയിൽ ആനന്ദം ഉണ്ടാകും. നിർജ്ജനമാണ് കർത്താവേ, ഒന്നുമില്ല, പറ്റത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അത്ഭുതം നടക്കും. നീ സന്തോഷിക്കും, നീ ഉല്ലസിക്കും. പനിനീർ പുഷ്പത്തെ കാണിക്കുന്ന സുഗന്ധം പരത്തുന്ന ഒരു പുഷ്പമാണ് പനിനീർ പൂവ്. നീ സുഗന്ധമായി തീരും. ഇന്ന് വരെയും നാറ്റക്കേസ് എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് വരെയും നിന്റെ ജീവിതത്തിൽ ഒരു സുഗന്ധമില്ലെന്ന് പറഞ്ഞെങ്കിൽ, പറയത്തക്ക ഒന്നും നിനക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ, നിനക്ക് എന്തൊക്കെയോ പറയത്തക്കത്, എന്തൊക്കെയോ സുഗന്ധമാകുന്ന വിഷയം ദേശക്കാർ കാണത്തക്ക അളവില് ദൈവത്തിനെ മാനിക്കാൻ പോവുകയാണ്. ദൈവവചനം പറയുന്നു, മരുഭൂമിയാണോ, വരണ്ട നിലമാണോ, ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പോകുന്നു, ദൈവത്തിനെ വിടുവിക്കാൻ പോകുന്നു. അഭിഷേക തൈലം നീ പ്രാപിക്ക്. അഭിഷേകത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ സുഗന്ധമായി തീരും. നിന്റെ പേര് വിസ്തൃതമായി തീരും. നിന്റെ കുടുംബം വിസ്തൃതമായി തീരും. നിന്റെ സഭ വിസ്തൃതമായി തീരും. നീ അനുഗ്രഹമായി തീരും. വ്യക്തിപരമായി നിന്റെ ജീവിതത്തില് ആ ഉയർച്ചയുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. പലരും നിന്നെ ബഹുമാനിക്കത്ത കളവിന് കർത്താവിനെ മാനിപ്പാനിടയായി തീരും. പനിനീർ പുഷ്പം പോലെ ജീവൽ പ്രൗഢാരകരഹസി ജീവിതങ്ങളെ ആക്കി തീർക്കുവാൻ, മനോഹാരിതയുള്ളതാക്കി തീർക്കുവാൻ, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ, നിന്റെ ജീവിത മേഖലകളെ മനോഹരമാക്കി തീർക്കുവാൻ, സുഗന്ധമുള്ളതാക്കി തീർക്കുവാൻ, അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ, ഉയർച്ചയുള്ളതാക്കി തീർക്കുവാൻ സർവശക്തൻ ആഗ്രഹിക്കുന്നു. നിന്റെ മരുഭൂമി മാറിപ്പോകും, വരണ്ടതില മാറിപ്പോകും, ഇല്ലായ്മകൾ മാറിപ്പോകും, ദുഃഖങ്ങൾ മാറിപ്പോകും, വിലാപങ്ങൾ മാറിപ്പോകും, കട്ടതകൾ മാറിപ്പോകും, നിന്ദകൾ മാറിപ്പോകും, ഉയർച്ചയുണ്ടാകും, ഒരു സുഗന്ധമുണ്ടാകും. മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമായി തീരും. ജീവൽ പ്രൗഢാരകരഹസി ജീവൽ പ്രൗഢാരകരഹസി ഇന്ന് പകൽക്കാലം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു നാഥൻ, നിന്നെ വിടുവിക്കുന്ന ഒരു നാഥൻ, നിന്നെ സഹായിക്കുന്ന ഒരു നാഥൻ, നിന്നെ രക്ഷിക്കുന്ന ഒരു നാഥൻ, നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു കർത്താവ്, നിറയ്ക്കുന്ന ഒരു കർത്താവ്, വിശുദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ, വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗരാജ്യത്തിന് അംഗമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നാഥൻ, നിന്നെ സ്നേഹിക്കുന്ന ഒരു നാഥൻ. സ്നേഹിക്കുന്നവർക്കാണ് അഭിഷേകത്തെ പകരുന്നത്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. റീബാലകരഗതി റിഗംസിയാംതുനെ ജീവൽ പ്രൗഢാരകരഗസി റിഗമനഭൗഷാരകരഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അതിൻ്റെ യെശയ്യാവ് 43:9 കൂടെ 19 കൂടെ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 43:19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ സംഭവിക്കും, അതെ, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന മരുഭൂമി എന്ന് പറഞ്ഞില്ലേ, ഒരു വഴിയില്ല കർത്താവേ, ഒരു ഗതിയില്ല കർത്താവേ, മുന്നോട്ട് പോകാൻ എല്ലാം അസ്തമിച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഒരു പുതുവഴി നിനക്കായി തുറക്കും. നിന്റെ ഇല്ലായ്മയുടെ മണ്ഡലത്തിൽ നീ പോലും ചിന്തിക്കാത്ത അളവിൽ, ചിന്തിക്കാത്തത്, നനയ്ക്കാത്തത് കർത്താവ് നിനക്കായി ഒരുക്കും. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് വായിക്കും, നിർജ്ജന പ്രദേശത്ത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഒരു വഴിയും, അതെ, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നദികൾ ഉളവാക്കും, നദികൾ ഉളവാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നദി ഒന്ന് ആത്മീക നദി, അഭിഷേകത്തിന്റെ നദി. ഹല്ലേലൂയ. പലപ്പോഴും അഭിഷേകം പ്രാപിച്ചു, നല്ല ഒരു ഉത്സാഹമുണ്ട്, ഒരു നല്ല ആരാധിക്കുക, ഒരു ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒഴുക്കൊന്നുമില്ല. എങ്കിൽ വരണ്ടിരിക്കുന്നെങ്കിൽ, നദി വറ്റിയിരിക്കുന്നെങ്കിൽ പുതിയ നദി കർത്താവ് ഒഴുക്കാൻ പോവുകയാണ്. പുതിയ അഭിഷേകം,
ആദ്യം നമ്മൾ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചപ്പോൾ സന്തോഷത്തോടെ ആരാധിച്ചതുപോലെ ആരാധിച്ചു കയറി വരുവാനൊരു നദി, ഒരു ഒഴുകുന്ന നദി. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു, മരുഭൂമിയിൽ നദികളെ പുറപ്പെടുവിക്കും, ചില തടസ്സങ്ങളെ ഒഴുക്കിക്കൊണ്ട് പോകുന്ന ഒരു നദി വരും. അഭിഷേകത്തിൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സം മാറും. അതായത് നിന്റെ ജീവിതത്തിൽ ആത്മീക തടസ്സങ്ങൾ, ഹല്ലേലൂയ, വെളിപ്പാടും ദർശനവും ദൈവശബ്ദം കേൾക്കാൻ തടസ്സമായിരുന്ന തടസ്സം മാറും. അത് മാത്രമല്ല, ജീവിതത്തിൽ നന്മ വ്യാപരിക്കുവാൻ, അനുഗ്രഹം ലഭിക്കാതെ തടഞ്ഞിരുന്ന തടസ്സത്തെ കൂടെ നദി ഒഴുക്കിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. തടസ്സം മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്ന നദിയാണ് സ്വർഗീയ നദി. ഹല്ലേലൂയ. അതായത് ജീവിതത്തിൽ വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുന്ന അന്ധകാരത്തെ വെട്ടിമാറ്റി നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ഈ നദി. പരിശുദ്ധാത്മാവിന്റെ നദി, അനുഗ്രഹിക്കപ്പെട്ട നദി, സ്വർഗീയ നദി. അത് നീ നഷ്ടമാക്കരുതേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വില കൊടുത്താൽ പലതും കിട്ടും, കോടികൾ കൊടുത്താൽ പലതും കിട്ടും. ഈ നദി വില കൊടുത്താൽ കിട്ടത്തില്ല. ഇത് വിലമതിക്കാത്തതാണ്. ഇത് വിലമതിക്കാത്തതാണ്. വില കൂടാതെ ദാനമായി കൃപയാൽ നൽകുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നദി പ്രാപിക്കാത്തവർ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ നദി എനിക്കും വേണം, എനിക്കും വേണം. ഈ നദിയുടെ പ്രത്യേകത, ഈ നദി നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ദുഃഖിക്കാൻ പറ്റത്തില്ല. ഹൃദയത്തിൽ സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യമായി വ്യാപരിക്കും. നീ ഏത് പ്രതിസന്ധിയും ഈ നദി ഉണ്ടെങ്കിൽ ചാടി കടക്കും. അതാണ് ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ, അഭിഷേകത്താൽ, കൃപയാൽ ഈ മതിൽ ചാടിക്കടക്കും. ശത്രു എത്ര ഉന്നതനെന്ന് പറഞ്ഞാല്, ഒരു സൈന്യം നിന്റെ മേലെ പാളയം ഇറങ്ങിയാല്, യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ, യേശു നിന്റെ കൂടെയുണ്ടോ, ശത്രു ഒരു ചുക്കും ചെയ്യത്തില്ല. ഹല്ലേലൂയ. അതാണ് ആ ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള ബന്ധം. ദാവീദ് ഒന്നിനും കഴിവില്ലാത്തൊരു കുഞ്ഞു ബാലൻ, കയ്യിൽ 5 കല്ലും ഒരു കവിണയുണ്ട്. അത് 5 ദൈവകൃപയാണ് കേട്ടോ. പിശാചിന്മേൽ അധികാരത്തിൻ്റെ കൃപ. അത് ആ കവിണയിൽ വെച്ച് ഒരൊറ്റയേറ് മല്ലനായ ഗോലിയാത്തിനെ ആ സെക്കൻഡിൽ അഭിഷേകം അടിച്ചിട്ടു. അവൻ കവിണ്ണാണ് വീഴുന്നത്. ദാവീദ് നെറ്റിയിലാണ് എറിഞ്ഞത്, എങ്കിൽ ബാക്കിലോട്ട് വീഴണം. ഇവൻ കവിണ്ണ് വീണു. കർത്താവ് അടിച്ചിട്ടെന്ന് നിന്റെ മുന്നിൽ നിനക്കെതിരെ നിൽക്കുന്ന സൈന്യത്തെ കർത്താവ് അടിച്ചിടും, നീ നിന്നാ മതി. ഹല്ലേലൂയ. കൃപയുണ്ടോ, കൃപയുണ്ടോ, ശത്രു വഴിമാറും കേട്ടോ. അതുകൊണ്ട് ഈ ദൈവകൃപയെ നഷ്ടമാക്കരുത്, ഈ അഭിഷേകത്തെ നഷ്ടമാക്കരുത്. പിശാചിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. അഭിഷേകം ഉണ്ടെങ്കിൽ തൊടാൻ പറ്റത്തില്ല. ഓരോ ബസ്യാനകരകസി, ഈ അഭിഷേകം ശ്രേഷ്ഠമാണ്, ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതാണ്, കർത്താവിൻ്റെ പൊന്മുഖം കാണാൻ ഭാഗ്യം തരുന്നതാണ്, കർത്താവിനോട് കൂടെ വാഴാൻ അവസരം തരുന്നതാണ്. നഷ്ടമാക്കല്ലേ, മലിനമാക്കല്ലേ. പലരും മലിനമായിരിക്കുന്നു, അഭിഷേകം മലിനമായിരിക്കുന്നു. എന്തൊക്കെയോ ദൈവത്തിന് ഹിതമില്ലാത്തത് ഹൃദയത്തിൽ കയറിയ നിമിത്തം അഭിഷേകം മാലിന്യപ്പെട്ടിരിക്കുന്നു. കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങയുടെ രക്തത്താൽ ആ മാലിന്യം മാറ്റി അഭിഷേകത്തെ തെളിവുള്ളതാക്കി തീർക്കണേ, തെളിവുള്ളതാക്കി തീർക്കണമേ. ഇസ്രായേൽ മക്കൾ ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണ മാത്രമേ കത്തിക്കാൻ ഉപയോഗിക്കത്തുള്ളൂ. തെളിവുള്ളത്, മാലിന്യമില്ലാത്തത്, അശുദ്ധിയില്ലാത്തത്. അശുദ്ധാത്മാവ് വേണ്ട, പരിശുദ്ധാത്മാവ് മതി. സത്യത്തിൻ്റെ ആത്മാവ് മതി. പോഷ്കിരി ആത്മാവ് വേണ്ട, വ്യാജത്തിൻ്റെ ആത്മാവ് വേണ്ട. അശുദ്ധിയില്ലാത്ത പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരാം നമുക്ക് 6-ാം അധ്യായത്തിലേക്ക്. മർക്കോസ്, ഹല്ലേലൂയ, 41. കർത്താവ് നുറുക്കി വാഴ്ത്തി അനുഗ്രഹിച്ചു, എന്നിട്ട് ഈ അപ്പത്തെ നുറുക്കിയാണ്. ഇപ്പോൾ ആ ബ്രെഡിന് ഇങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ അപ്പത്തിന് ഇങ്ങനെ പറയാൻ പറ്റും, അയ്യോ എനിക്ക് വേദന എടുക്കുന്നു, അയ്യോ എനിക്ക് വേദന എടുക്കുന്നു. കർത്താവേ, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്കും പോണ ആളാണ്, ഞാൻ പ്രാർത്ഥിക്കാനും പോകുന്ന ആളാണ്, ഞാൻ ഹല്ലേലൂയ സ്തോത്ര ആരാധനയ്ക്കൊക്കെ പോകുന്നു. എന്നിട്ട് ഈ കഷ്ടത സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവേ ഇതെങ്ങനെ സഹിക്കും ഈ കഷ്ടത, ഞാൻ നിന്റെ പൈതലല്ലേ. അവിടെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നീ കർത്താവിൻ്റെ കരത്തിലിരുന്നാണോ നുറുങ്ങിയത്. ഒരു പരാജയമില്ല, നീ വർദ്ധിച്ച് വരാൻ പോവുകയാണ്, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന ഒരു ദൈവ പൈതലിനാണ് ഒരു പ്രശ്നമെങ്കിൽ ഭാരപ്പെടരുത്, ഉത്തരമുണ്ട്,
മറുപടിയുണ്ട്. ദൈവം നിനക്ക് പരിഹാരം തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ. നീ കർത്താവിൻ്റെ കൃപയിൽ തന്നെ നിൽക്കണം. പരീക്ഷകളെ അതിജീവിച്ച് പുറത്തു വരണം. ഹല്ലേലൂയ. ഇപ്പോൾ അപ്പം നുറുക്കി എന്നിട്ട് കർത്താവ് പറഞ്ഞു, എല്ലാവർക്കും കൊണ്ടുപോയി വിളമ്പ്. വർദ്ധിച്ച് വരികയാണ്. ശിഷ്യന്മാർ അന്തം വിടുകയാണ്, പരിഭ്രമിക്കുകയാണ്. അത്ഭുതം കാണുമ്പോൾ പരിഭ്രമം ഉണ്ടാകും. കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ആൾക്കാരെല്ലാം പരിഭ്രമിച്ചു പോയി. ഹല്ലേലൂയ. വിസ്മയിച്ചെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. വിസ്മയിക്കത്തക്ക രീതിയിൽ ഭക്ഷണവെക്കൂടെ വർദ്ധിച്ചു വരികയാണ്. ഇതിങ്ങനെ വിളമ്പുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, 5000 പുരുഷന്മാർ, 5000 സ്ത്രീകൾ, പിന്നെ എത്രയോ കുഞ്ഞുങ്ങൾ. ഇവർക്കിങ്ങനെ വിളമ്പുകയാണ്. എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ് ഇഷ്ടം. ചിലർ പറയും ചൂട് ദോശ മതി അമ്മേ, ഇന്ന് ദോശയാണ് എനിക്കിഷ്ടം. ചിലർ പറയും പിന്നെ ഇന്ന് വൈകിട്ട് ചപ്പാത്തി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. പലർക്കും പല അഭിപ്രായമാണ്. പലതരത്തിലുള്ള ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടം. ഹല്ലേലൂയ. ചിലർക്ക് ബിരിയാണി എങ്കിൽ ചിലർക്ക് സാധാ ചോറ് മതി എന്ന് പറയും. പല ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടം. അവരവർ ചൂട് ഭക്ഷണമാണ് ഇഷ്ടം. അപ്പോൾ ചിലർ പറഞ്ഞു, ഈ തണുത്ത ഭക്ഷണമാണോ നമുക്ക് തരാൻ പോകുന്നത് കർത്താവ്? അയ്യോ, ആ കൊച്ചിൻ്റെ കയ്യിൽ വളിച്ചിരുന്നത്. അനുഗ്രഹിച്ചപ്പോൾ അത് ടേസ്റ്റ് ഉള്ളതായി മാറി, പുതിയതായി മാറി, ഇപ്പൊ ചുട്ടതുപോലെ ഫ്രഷായി മാറി. അതിൻ്റെ ചളിപ്പ് മാറി, അതിൻ്റെ മണം മാറി, അതിൻ്റെ നാറ്റം മാറി. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ, നീ നിന്നെ ദൈവകരം കൊടുത്താൽ അവൻ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചാൽ ദൈവത്തിന് ഹിതമില്ലാത്ത ചളിപ്പും വളിപ്പും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ മാറിപ്പോകും. നീ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു പുതിയ വ്യക്തിയായി രൂപപ്പെടും. ദൈവത്തിനെ മാനിക്കാൻ തുടങ്ങും. അനേകർക്ക് നീ രുചി പകരും. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുന്ന പാത്രങ്ങളാണ്. മറക്കരുത്. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളാരും കുറഞ്ഞവരല്ല, നമ്മൾ ശ്രേഷ്ഠരാണ്. ദൈവം അനുഗ്രഹിപ്പാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്ന് പകൽക്കാലത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവത്തിന് ഹിതമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിന് ഹിതമുള്ള ഒരു സ്വഭാവം, ദൈവത്തിന് ഹിതമുള്ളത് ഒരു മനസ്സ്, ദൈവഹിതപ്രകാരം നീങ്ങുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിൽ വരട്ടെ. അവന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അനേകർക്ക് പ്രിയ ദൈവ പൈതലേ, ദൈവം അനുഗ്രഹിക്കാനാണ് നിന്നെ വിളിച്ചത്. ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് നിന്നെ കർത്താവിന്റെ സന്നി കൂട്ടി വരുത്തിയത് വെറുതെ അല്ല കുഞ്ഞ്, വെറുതെ അനുഗ്രഹിപ്പാനാണ്. ഇന്ന് പകൽക്കാലത്ത് ഏൽപ്പിച്ചു കൊടുക്ക. അവൻ നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തില് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു അനുഗ്രഹം വ്യാപരിക്കട്ടെ. ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. വിഷയങ്ങളുടെ മറുപടി വ്യാപരിക്കട്ടെ. ദൈവ കൃപ വ്യാപരിക്കട്ടെ. ഒരു വിശുദ്ധി വ്യാപരിക്കട്ടെ. ഒരു വിശുദ്ധി വ്യാപരിക്കട്ടെ. ദൈവത്തിന് ഹിതമില്ലാത്ത അശുദ്ധ സ്വഭാവങ്ങൾ മാറിപ്പോകട്ടെ. അശുദ്ധി മാറിപ്പോകട്ടെ. വിശുദ്ധി വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. എല്ലാ വ്യക്തികളിലും ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ആത്മാവിന്റെ ഒരു തലോടൽ, ഒരു സ്പർശന, ഒരു ആത്മാവിന്റെ ഒരു യേശുവിന്റെ നാമത്തില് ഒരു ദൈവശക്തി ജീവൽ ദൈവവചനം പറയുന്നു, എല്ലാവരും തിന്നുന്നു, എല്ലാവരും ആർത്തിയോടെ ഭക്ഷിക്കുന്നു. അയ്യോ, ഇതെന്തോന്ന്? ആ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന 2-3 ദിവസമായ ഭക്ഷണം എല്ലാവരും ആർത്തിയോടെ ഭക്ഷിക്കുന്നല്ലോ. എല്ലാവരും വയറ് നിറയെ ഭക്ഷിക്കുന്നല്ലോ. ഹല്ലേലൂയ. എന്താ ഇങ്ങനെ സംഭവിച്ചത്? എന്താ ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഒരാൾ പറയുന്നത്, എനിക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മധുരം ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയ ഭക്ഷണം നല്ല മധുരമായിരുന്നു, അതുകൊണ്ട് ഞാൻ തൃപ്തിയായിട്ട് കഴിച്ചു. ആൾ പറഞ്ഞു, എനിക്ക് മധുരം ഞാൻ തീരെ ഉപയോഗിക്കില്ല കേട്ടോ, വീട്ടിൽ ഞാൻ ഉപയോഗിക്കില്ല, എനിക്ക് മധുരം ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ ഭക്ഷണം അത് ചൂടുള്ള ഭക്ഷണം, ആ ഭക്ഷണം മധുരമേ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തൃപ്തിയായിട്ട് കഴിച്ചു.
അടുത്ത് കൊടുത്തു, നിങ്ങൾ തൃപ്തിയായിട്ട് കഴിക്കുന്നല്ലോ. അതെ, എനിക്ക് ഈ ഉപ്പൊക്കെ ഒരു മിതമായിട്ട് മതി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ഉപ്പൊക്കെ ചെറിയ ഒരു അളവിലാണ്, ഞാൻ കൂടുതൽ ഉപ്പൊന്നും കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അപ്പം അതിമിതമായ ഉപ്പുള്ളതായിരുന്നു. അതൊരു രുചികരമായിട്ട് ഞാൻ കഴിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും വ്യക്തികളുടെ അഭിരുചിക്കനുസരിച്ച് ആ ഭക്ഷണം അവരവരുടെ കരങ്ങളിൽ കിട്ടി. പ്രിയ ദൈവമേ, പകൽക്കാലം കർത്താവിന് നിന്നെ ഏൽപ്പിക്കാനൊരു ദൂതുണ്ട്. ഇത്രയും പേർക്ക് നിങ്ങൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വ്യത്യസ്ത അനുഭവമുള്ളവരാണ്. ഈ വ്യത്യസ്ത മക്കൾക്ക് വ്യത്യസ്ത വിഷയങ്ങളാണുള്ളത്. വ്യത്യസ്ത വിഷയങ്ങൾക്ക് ഒരുപോലെ മറുപടി തരുന്ന കർത്താവ്, ഒരുപോലെ മറുപടി. നിന്റെ വ്യത്യസ്ത വിഷയങ്ങൾക്ക് അതാത് വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ഈ ദൈവം ഇന്ന് പകൽക്കാലം സർവശക്തനായി നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ കരങ്ങളിൽ കിട്ടിയ അപ്പം അനുഗ്രഹമായിരുന്നു. അവർ തൃപ്തിയോടെ ഭക്ഷിച്ചു. നമ്മളെടുത്ത വചനം ഇതാണ്, മർക്കോസ് 6:45. എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും പറഞ്ഞ നല്ല ഭക്ഷണം, വയറ് നിറയെ കഴിച്ചു, തൃപ്തിയായി. പ്രിയ ദൈവവേദനേ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അതൃപ്തിയുണ്ടോ? അതൃപ്തിയായ വിഷയങ്ങളുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവ് തൃപ്തിയുള്ളതാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. നീ വിശ്വസിക്ക്. ഇന്നാരോട് എനിക്ക് അതൃപ്തി, ഇന്ന വ്യക്തിയോട് അതൃപ്തിയുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇന്നാരുമായി അതൃപ്തിയുണ്ട്, ഇന്ന ജീവിതത്തിൽ ഇന്ന വിഷയത്തിൽ അതൃപ്തിയാണ്. ഇന്ന് വരെ ഒരു തൃപ്തി വന്നിട്ടില്ല. ഹല്ലേലൂയ. തൃപ്തിയായ ഒരു മറുപടി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, തൃപ്തി വരുത്തുന്ന ദൈവം, തൃപ്തി വരുത്തുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തിന്ന് തൃപ്തരായി. പിന്നത്തേതിൽ പറയുന്നു, 12 കൊട്ട മിച്ചമെടുത്തുന്നു. നിന്റെ ഇല്ലായ്മകൾ വർദ്ധിക്കാൻ പോകുന്നു. ഒരു വർധനവെന്ന് പൽക്കാലം കർത്താവ് തരാൻ പോകുന്നു, വർദ്ധിച്ചു വരാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ആത്മീയത വർദ്ധിക്കാൻ പോകുന്നു, ഭൗതിക നന്മയിൽ വർധനവുണ്ടാകാൻ പോകുന്നു, സാമ്പത്തികത്തിൽ വർധനവുണ്ടാകാൻ പോകുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഒരു വർധനവെന്ന് പൽക്കാലം കർത്താവ് തരും. ഹല്ലേലൂയ. 12 കൊട്ട മിച്ചമെടുത്തു, 12 ശിഷ്യന്മാരുടെ തലയിൽ പിടിച്ചു കൊടുത്തു. അവരിപ്പോൾ ചുമന്നോട്ട് പോകുന്നു. നമ്മൾക്ക് ചോദിക്കാം, പത്രോസേ നീ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. അന്ത്രിയോസേ നീ എന്താ പറഞ്ഞത്? ഫിലിപ്പോസേ നീ എന്താ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു നോ. കർത്താവ് പറഞ്ഞു യെസ്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ എല്ലാവരും നോ എന്ന് പറയുന്നുണ്ടോ? കുടുംബക്കാർ നോ എന്ന് പറയുന്നുണ്ടോ? നാട്ടുകാർ നോ എന്ന് പറയുന്നുണ്ടോ? വീട്ടുകാർ നോ എന്ന് പറയുന്നുണ്ടോ? നിന്റെ ഭാവി നിർണയിക്കുന്നത് നാട്ടുകാരല്ല, വീട്ടുകാരല്ല, കൂട്ടുകാരല്ല, ദൈവമാണ്. മറക്കരുത്. ഇന്ന് പകൽക്കാലം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. അവർ 12 പേര് ജാള്യതയോടെ നമ്മളവിടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാൽ 12 ശിഷ്യന്മാർ ഒരു വളിച്ച ചിരിയോടെ പോവുകയാണ്. കാരണം ഇല്ല, നോ എന്ന് പറഞ്ഞതല്ലേ. ഇപ്പോൾ തലയിൽ ഓരോ കുട്ട ചുമന്നോട്ട് പോകുന്നു. പ്രിയ ദൈവ പൈതലേ, നിനക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം വലുതായിരിക്കും, മറക്കരുത്. അതൊരു അത്ഭുതമായിരിക്കും. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. റിബനബല ശമ്പല ബൗഡബ. എല്ലാവരും തിന്ന് തൃപ്തരായി. ഉടമ റീപാരകന. നിന്റെ ആത്മീയ അതൃപ്തിയെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് കർത്താവിന് മനസ്സുണ്ട്. നിന്റെ ജീവിതത്തിൽ കർത്താവെ കുറച്ചുകൂടെ എനിക്ക് പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ ദൈവവചനം വായിക്കണം, കുറച്ചുകൂടെ വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കണം, കുറച്ചുകൂടെ ദൈവ കൃപകൾ എനിക്ക് പ്രാപിക്കണം, പുതിയ അന്യഭാഷ വേണം. നീ അതൃപ്തിയിലായിരിക്കുന്നു, ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കുറവ് വന്നതുകൊണ്ട് നീ അതൃപ്തിയോടെ ആയിരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. തൃപ്തി വരുത്തുന്ന ഒരു കർത്താവ്, വീഞ്ഞ് പകരുന്ന ഒരു കർത്താവ്, പുതിയ വീഞ്ഞ് പകരുന്ന കർത്താവ്, പുതിയ അഭിഷേകം തരുന്ന കർത്താവ്. ദൈവത്തോട് പറഞ്ഞാട്ടെ, ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ വന്നത് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ഒരിക്കൽ കൂടെ കഴുകണമേ, ഒരിക്കൽ കൂടെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരു തൃപ്തി വരുത്തുന്ന അളവില് ഒരു തൃപ്തി വരുത്തുന്ന അളവില് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. എന്ന പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ആ അഭിഷേകം ഇതാ വ്യാപരിക്കുകയാണ്. തൃപ്തി വരുത്തുന്നവർ അഭിഷേകം. ആ അഭിഷേകം നിന്റെ മേൽ വന്ന് നിന്റെ ഭൗതിക വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടിയാണ്. തൃപ്തിയില്ലാതെ ഇരിക്കുന്ന നിന്റെ ഭൗതിക വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടിയാണ്.
രഹസ്യ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ മാറി ഉദാര രഹസ്യ രോഗസൗഖ്യം വ്യാപരിക്കുകയാണ്, വിടുതൽ വ്യാപരിക്കുകയാണ്. ഒരു ആരോഗ്യ ദിന പരിശുദ്ധാത്മ കൽപ്പിക്കുകയാണ്. ജീവൽ പ്രൗഢാരക രഹസ്യ നിന്റെ ജീവിതത്തിലെ ബാധ്യതകളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുകയാണ്. വഴികൾ കർത്താവ് തുറക്കുകയാണ്. ചില തടസ്സങ്ങൾ മാറ്റി നിനക്ക് പുതു വഴി പരിശുദ്ധാത്മ തുറക്കുന്നു. ഒരു തൃപ്തിയിലേക്ക്, ഒരു വിടുതലിലേക്ക്, പൂർണ്ണമായ ഒരു കൃപയിലേക്ക് നിന്നെ പരിശുദ്ധാത്മ കൊണ്ടുവരികയാണ്. ജീവൽ പ്രൗഢാരക രഹസ്യ ദിഗരഗരഗ ദീപല പൗഢവ. ചില വ്യക്തികളെ കുറിച്ച് നീ ഭാരപ്പെടുന്നു, മാനസാന്തരമില്ല, ഭാരപ്പെടുന്നു. പലത് ഭവനത്തിനകത്ത് തകർച്ചയാണ്, പ്രയാസമാണ്. പരിശുദ്ധാത്മാവ് തൃപ്തി വരുത്താൻ പോകുന്നു. ആ വ്യക്തികളെ കർത്താവ് പണിയാൻ പോകുന്നു. ആ വ്യക്തികളെ കർത്താവ് രൂപാന്തരപ്പെടുത്താൻ പോകുന്നു. നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഉണ്ട്, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഉണ്ട്. ഇന്ന് പകൽക്കാലം തൃപ്തി വരുത്തുന്ന ദൈവം, നിന്റെ വിഷയത്തിന് വിടുതലയക്കുന്ന ദൈവം, അവൻ സർവശക്തൻ. യേശു ക്രിസ്തു സർവശക്തൻ. ജീവൽ പ്രൗഢാരക രഹസ്യ ദിഗരഗരഗ ദീപല പൗഢ അംദൽ പ്രൗഢാരക രഹസ്യ നിന്റെ ജീവിതത്തില് വലിയൊരു ദൈവ സാന്നിധ്യം ജീവാരക രഹസ്യ ഇന്ന് പകൽക്കാലം നൽകി നിന്നെ അനുഗ്രഹിപ്പോൾ, നിന്റെ കുടുംബത്തെ മാനിക്കുമ്പോൾ അവൻ സർവശക്തൻ. ജീവനബലവ ശമ്പലപൗഢവ ദിഗനഗരഗ ദീപലപൗഢവ. സകലത തൃപ്തി വരുത്തുന്ന കർത്താവ്, തൃപ്തി വരുത്തുന്ന കർത്താവ്, തൃപ്തി വരുത്തുന്ന നാഥൻ. ആത്മാവിന്റെ സാന്നിധ്യത്താൽ, ആത്മാവിന്റെ സാന്നിധ്യത്താൽ നിന്നെ നിറയ്ക്കുന്ന സമയമാണ്. തുടമന ദീപല ഭൗഷാരകര അന്തർ പ്രൗഢവ ദീപലവലവ ശമ്പലപൗഢവ ദീപലപൗഢേ അന്താരാജ രീഗമാന ശന്താരാജ ദീപലപൗഢേ അന്തർ പ്രൗഢവ ദീപൽ കടകം ദുടവൽ പ്രൗഢവ ദിഗബലപൗഢേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ആത്മശക്തി വ്യാപരിക്കുന്നു. അഭിഷേകം നുകത്തെ തകർക്ക്. ചില നുകങ്ങൾ, ചില അന്യായ നുകങ്ങൾ ഇന്ന് പകർക്കാൻ തകർന്നു പോകും. ജീവനബലവ ശമ്പലപൗഢേ ദിഗബലവ സീബലപൗഢേ. നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിന്റെ ജീവിതത്തെ സൗരഭ്യമാകുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു നാഥൻ. ജീവനബലവ സ്യാരകരകനെ ഓരവ സീബലപൗഢാരകന ദിഗമന ഭൗഷാരകരകസി റീവാനബലവ ശമ്പലപൗഷാരകരകസി അന്തരാജ രീഗമാന ബൗഢഭാര ജാലവക്ഷ രിഗമന ബൗഢേ അത്തൽ പ്രൗഢവ ദീപൽ കടകം ജുഡവൽ പ്രൗഢവ ദിഗബലബലവ ശമ്പലപൗഢേ അന്താരാജ രീഗമാന ശന്താരാജ ദീപലപൗഢേ റീബൽ കടകം ജുഡബലവൈഢേ ശമ്പലപൗഢവ റീബലബലവ ശമ്പൽ കടകം വൈഡൽ പ്രൗഢവ ദിഗബലപൗഢേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു, വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. ദൈവം അയച്ച വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. എല്ലാവരും ആരാധിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിന്റെ ശക്തി മാറ്റമില്ലാത്ത, ആകാശഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹം വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. അഭിഷേകത്തിന്റെ സാന്നിധ്യം, അഭിഷേകത്തിന്റെ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കുന്നു. മൽക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ ചൈതന്യം അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു, പതിഞ്ഞു. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ പതിയുകയാണ്. വൈഡൽ പ്രൗഢവ ദീപലവലവ ശമ്പലപൗഢേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അസ്താരകതല വൈഡ പ്രബലത ഋഗബലപൗഢേ. യേശുവിന്റെ നാമത്തിൽ അന്തൽ കടകം ജുഡവന ഹത്തുന ദീപലപൗഢേ. യേശുവിന്റെ നാമത്തിൽ ദൈവ ശക്തി, അനുഗ്രഹത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. ജുഡവന ദീപല ഭൗഷവ ദീപല ബൗഢവ ദീപല ഭൗഷാരാമ അന്താരാജ രീഗമാന വൈഡാരാജ ജീവാലാഭ രീഗമാന ശന്താരൈബല ബൗഢാരാജ ദീപൽ കടകം ജുഡവന വൈഡേ അന്തൽ കടകം ദീപൽ കടകം വൈഡാരീബല ഭൗഷവരിവരെ ഉടമരകത്തുന ദീപല ഭൗഷവ രക്ഷാരീബല ബൗഢവരവരെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ വ്യാപാരം, ആത്മാവിന്റെ വ്യാപാരം. പുതിയ കൃപ, പുതിയ പുതിയ ഭാഷ, പുതിയ ഭാഷ. നാവിലൊരു പുതിയ ഭാഷ ഉരുത്തിരിയുന്നു. ചിലരുടെ നാവിലൊരു പുതിയ ഭാഷ ഉരുത്തിരിയുന്നു. ഉടമാനകത്തിൽ പ്രൗഢാരക രഹസ്യം ചിലർ ഇതുവരെ ചലിക്കാത്ത വ്യക്തികൾ ചലിക്കുന്നു, ചലിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യം ഇതുവരെ വരാത്ത വ്യക്തികളെ ചലിക്കുന്നു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്.
ജീവൽ പ്രൗഢാരകരഹസ്യ ചില ദുഷ്ട അണലുകൾ ആത്മാവിന്റെ തീയിൽ നശിക്കുന്നു, ആത്മാവിന്റെ തീയിൽ നശിക്കുന്നു, ആത്മാവിന്റെ തീയിൽ നശിക്കുന്നു. ചില ദുഷ്ട അണലുകൾ, നിനക്കെതിരെ ദുഷ്ട അണലുകൾ ആത്മാവിന്റെ തീയിൽ വെന്തുപോകുന്നു. ദൂതൽ പ്രൗഢ ദീപലവലവശമ്പലവയുടെ ഒരു വിടുതൽ, ഒരു വിടുതൽ, ഒരു വിടുതൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തുള്ള വിടുതൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ള വിടുതൽ ഓ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ജീവനവലവർ ശമ്പലവയുടെ ദീപലവലവ സീബാബാബ ദീപാബാബ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുതിയ ശക്തി, പുതിയ ശക്തി, പുതിയ ശക്തി, പുതിയ അഭിഷേകം, പുതിയ പാത്രത്തിൽ പുതിയ വീഞ്ഞ്. ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ഒരു തീ പിടിക്കുന്ന അനുഭവം, ചിലരിൽ ഒരു തീ പിടിക്കുന്ന അനുഭവം, തീ പിടിക്കുന്ന അനുഭവം. മോശയ്ക്ക് തീയിൽ സംസാരിക്കുന്ന തീ, ഈ തീ സംസാരിക്കുന്ന തീയാണ്. പോവുകയാണ് ചിലത് ദൈവഹിതമില്ലാത്ത തീയിൽ വെന്തു പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി, ദൈവശക്തി, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ വന്നപ്പോഴാണ് ഒളിഞ്ഞിരുന്ന സർപ്പങ്ങൾ പുറപ്പെട്ടത്, ഒളിഞ്ഞിരുന്ന സർപ്പ വെളിച്ചത്ത് വന്നത്. ആത്മാവിന്റെ തീയിലാണ് അതിനെ കുടഞ്ഞു കളഞ്ഞത്. ഓരോ സീവല ബൗഡ രകര ആത്മാവിന്റെ തീയില് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ ശരീരത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ട ശക്തികൾ എരിഞ്ഞവരുന്നു. ഇന്ന് പകൽക്കാലം നിനക്കൊരു വിടുതല. ജീവൽ പ്രൗഢ ദീപല ഭൗഷവ ദീപല ബൗഡേ യേശുവിന്റെ നാമത്തിൽ സകല ജീവിതങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ, ദൈവത്താൽ പുറത്തു വരട്ടെ. ആത്മാവിന്റെ ശക്തി ഉള്ളവരായി, ആത്മാവിന്റെ ശക്തി ഉള്ളവരായി പുറത്തു വരട്ടെ. ഒരു ദുഷ്ട ശക്തിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത സകല അന്ധകാരത്തെയും നശിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തി, സകലത്തെ കീഴ്പ്പെടുത്തുന്ന കർത്താവിന്റെ വ്യാപാര ശക്തി. താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിനോട് അനുരൂപമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ജീവൽ പ്രൗഢാരകരക ദീപലവയുടെ ഘടകം വൈഡൽ ദീപലവയുടെ അത്തൽ പ്രൗഢം ദീപൽ ഘടകം മടകച്ചാരം വൈഡപരവനം മൃഗംസിയാന്തൊരു റീപാലവയുടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉദാരകരകസി റീപാലവലവശമ്പലവയുടെ ജീവൽ പ്രൗഢാരകച്ചസി ഔഷമന റിബന ഷകലകരഗതിയ റീപാലകരഗദീപലവൗഡ ഋഗധുനാദിഗതിഗരഗരഗസി അന്തൽ ഘടകം വൈഡാരകരഗതി ജീവൽ സന്ദേര ഋഗമത്സ്യാരകരഗസി വൈഷമാല ശാന്തുൽ ഘടകം അത്തൽ പ്രൗഢാരകരഗസി. അവർ സകലരും തിന്ന് തൃപ്തരായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.